എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആമേൻ, ആമേൻ, ആമേൻ. Thank you. God bless you. സ്തോത്രം. സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. സ്തോത്രം. ആ ധന്യ നിസ്തുല്യമായ നാമത്തിൽ എല്ലാ ദൈവങ്ങൾക്കും ഹൃദ്യമായ സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ദീർഘനാളുകൾക്ക് ശേഷം നമ്മുടെ പാസ്റ്റർ ബാബു ജോർജ് പാസ്റ്റർ കാണലിടയായതിൽ വളരെ സന്തോഷമുണ്ട്. അങ്ങനെ നമുക്ക് ഒരുമിച്ച് ഇന്ന് രാവിലെ ആയിരിക്കുന്നതിൽ ദൈവം തന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. വാസ്തവത്തിൽ 2 ദിവസങ്ങളിൽ ഒരേ സമയം നടക്കുന്ന മീറ്റിംഗ് ആണിത്. എനിക്ക് ഒന്ന് കാനഡയിലും USA ഇത് വ്യാഴാഴ്ചയാണ്, ഞങ്ങൾക്കും ഇന്ത്യയിൽ ഇത് വെള്ളിയാഴ്ചയാണ്. 2 ദിവസങ്ങൾ ഒരേ സമയം നടക്കുന്ന ഒരു മീറ്റിംഗ് ആണിത്. അതിനായി ദൈവത്തിന് സ്തോത്രം. നേരത്തെ തന്നെ ഒരുങ്ങി വന്നിരിക്കുന്ന എല്ലാ ദൈവങ്ങളെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ഐസ്ബർഗിന്റെ ഒരു ഭാഗം തുടങ്ങിയതേ ഉള്ളൂ. ഇറ്റ്സ് എ മാസീവ് ഐസ്ബർഗ്, ഈ ഭൂമിയുടെ ന്യായവിധി എന്നുള്ളത്. അത് എങ്ങും എത്തിയില്ല നമ്മൾ കഴിഞ്ഞ ആഴ്ച. അതിൻ്റെ ഒരു മുഖവരയുടെ ഒരു ഭാഗം തീർന്നുള്ളൂ. ഇന്ന് നമ്മൾ ആ ടോപ്പിക്സിലൊന്ന് കയറും എന്ന എൻ്റെ വിശ്വാസം. അതിന് വേദപുസ്തകത്തിലെ ചില വിഷയങ്ങളുടെ പ്രത്യേകത, ദ ഇൻട്രഡക്ഷൻ ഈസ് സോ ലാർജ്, മച്ച് ലാർജർ ദാൻ ദ തീം, ദ ടോപ്പിക്സ് ഇറ്റ്സെൽഫ്. ഈ ടോപ്പിക്സിനേക്കാൾ ഒരുപാട് വലുതാണ് ഇൻട്രഡക്ഷൻ. അങ്ങനെ പോകുന്നതിന്റെ കാരണം, ആ ഇൻട്രഡക്ഷൻ തീരുമ്പോൾ മിക്കവാറും ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞു. ഇനി ആ ലോങ് ഇൻട്രഡക്ഷൻ ഇല്ലാതെ അത് പഠിപ്പിക്കുമ്പോൾ ആശയക്കുഴപ്പമല്ലാതെ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ ഒന്നാമത്തെ കാര്യം പറയാൻ പോകുന്നത്, ഈ പറയുന്ന കാര്യം, ഇന്നിവിടെ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ, ഇത് നമുക്കാർക്കും ബാധകമുള്ള കാര്യമല്ല. 2, ബാധകമുള്ള കാര്യം ആയിരിക്കരുത്. 3, ഇത് നമ്മളെ ഉദ്ദേശിച്ചല്ല എഴുതിയിരിക്കുന്നത്, നമുക്ക് എഴുതിയിരിക്കുന്നതല്ല. നമ്മൾ അബ്സല്യൂട്ട്ലി ക്ലിയർ ആയിക്കോണം. ഇത് നമുക്കുള്ളതല്ല, നമ്മളെ ഉദ്ദേശിച്ചല്ല, നമുക്ക് ബാധകമല്ല. ഇനി നമ്മൾ എന്ന് ഇതിനകത്ത് കയറിപ്പോകരുത്. നമ്മൾ എന്ന് കയറിപ്പോകരുത്. ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ മാർക്കറ്റിൽ പോയി പറഞ്ഞ മീൻ മേടിക്കാൻ പോയതാണ്. മീനൊക്കെ മേടിച്ച് കപ്പയൊക്കെ മേടിച്ചുകൊണ്ട് ഇറങ്ങിയപ്പം അവിടെ 2 പാർട്ടിക്കാർ തമ്മിൽ അടി നടക്കുന്നു. നീ അതിൻ്റെ അപ്പുറത്തോടെ മാറി ഇങ്ങ് പോന്നാൽ മതി, വണ്ടിക്കാർ ഇങ്ങ് പോന്നു വെച്ചാൽ മതി. വന്നില്ല, നിനക്ക് അതിനകത്ത് കയറിയൊക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ 2 കൂട്ടരും നിനക്ക് അടി കിട്ടും. അപ്പം നിന്നെ അടിക്കാനല്ല അവർ ഇറ്റപ്പാറ ജംഗ്ഷൻ അടി നടന്നത്. പക്ഷെ നിന്നോട് ആര് പറഞ്ഞ അതിനകത്ത് നിന്ന് കയറാൻ? ഈ പറഞ്ഞ കാര്യം, ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളതല്ല. ഇനി നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ഇതിനകത്തായി പോകും. അപ്പം ഇതിനകത്ത് പെട്ടുപോകരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ്. ആദ്യമേ, ഈ ഭൂമിയുടെ ന്യായവിധി എന്ന് പറയുമ്പോൾ, the inevitability of the earth to be judged. Why should the earth be judged? എന്തുകൊണ്ട് ഭൂമി ന്യായം വിധിക്കപ്പെടണം? കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, അതിൻ്റെ അകൃത്യഭാരം വലുത്. ധാരാളം അകൃത്യം അത് കുടിച്ചു കഴിഞ്ഞു. അതിൻ്റെ അകൃത്യഭാരം വലുത്. അത് വീഴും. കാവൽ മോളം പാടം പോലെ ആട് അത് വീഴും. അത് നിലനിൽക്കാൻ കഴിയത്തില്ല. That's the reason why it should be judged. അപ്പൊ ഭൂമി ന്യായം വിധിക്കപ്പെടുന്നത് പറയുമ്പോൾ, does it mean this soil, this land? That's a question. ഈ ഭൂമി എന്ന് പറയും മണ്ണുണ്ടല്ലോ, ഈ മണ്ണാണോ ന്യായം വിധിക്കപ്പെടുന്നത്? അതിന് മാത്രമേ ഇത് ബാധകമുള്ളൂ. That is one question. Well, my answer is
This soil has to be judged, it has to be punished, and it has to be purged. It has to be purged. അതൊക്കെ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നിർത്തുന്നത്. ഈ ഭൂമി ശുദ്ധീകരിക്കപ്പെടണം. കാരണം ധാരാളം കുറ്റമില്ലാത്ത രക്തം ഈ ഭൂമിയിൽ ചൊരിഞ്ഞതാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞത് എന്തുവാണ്? ഹാബേലിന്റെ രക്തം തുടങ്ങി അല്ലേ, ഇങ്ങോട്ട് വരികയാണ് ഈ ഭൂമി കുടിച്ചതായ അകൃത്യ ഭാരത്തിന്റെ രക്തത്തിന്റെ അകൃത്യ ഭാരം. അത് കാരണം ഈ ഭൂമിയെ അടിക്കണം എന്ന് പറഞ്ഞാൽ, എൻ്റെ ശരിക്കും ഭാഷ പറഞ്ഞാൽ, ആ ഭൂമിയെ ക്ലെൻസ് ചെയ്ത് ശുദ്ധീകരിച്ച് ഇനി വിശുദ്ധന്മാർക്ക് പാർക്കുന്നതിന് വേണ്ടി കൊടുക്കാൻ പോവുക. നമുക്ക് സിമ്പിൾ എക്സാമ്പിൾ ഇത്ര പറഞ്ഞാൽ മതി. നമ്മളൊരു ഗസ്റ്റ് വീട്ടിൽ വരുന്നു, അവർക്കൊരു ചായ കൊടുക്കണം. നോക്കിയപ്പോൾ നമ്മുടെ ക്ലീനായ പാത്രങ്ങളെല്ലാം ഫിനിഷായി, അത് ഇനിയും അൺക്ലീൻഡ് ആയിരിക്കുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരാൾ ചായ കുടിച്ച പാത്രം, അതിനകത്ത് ചായ എടുത്ത് ഒടിച്ച് വേറെ കൊണ്ട് കൊടുക്കത്തില്ല. സാധാരണ ആരും കൊടുക്കുന്നവരുണ്ട് കേട്ടോ, എനിക്കറിയാം. മറിച്ച് അത് ക്ലീൻ ചെയ്ത് നല്ല വെടിപ്പായി അറിയുമ്പോഴേ അടുത്ത ആളിന് ചായ ഇട്ട് കൊടുക്കത്തുള്ളൂ. ഇത്രയും ലളിതമായിട്ട് നമ്മളങ്ങ് എടുത്താൽ ദീർഘയുഗങ്ങളായി അകൃത്യത്തിന്റെ രക്തം കുടിച്ച ഈ ഭൂമിയെ, ഈ മണ്ണിനെ ദൈവത്തിന് ശുദ്ധീകരിക്കണം. എന്തിനു വേണ്ടി? തൻ്റെ വിശുദ്ധന്മാർക്ക് ഇനി താമസിക്കാൻ കൊടുക്കാൻ. അവിടെ വിശുദ്ധന്മാർ മാത്രമേ താമസിക്കത്തുള്ളൂ. അത് ഞാൻ 1000 ആണ്ട് വാഴ്ചയെ പറ്റി പറയുന്നത്. 1000 ആണ്ട് വാഴ്ചയിൽ വിശുദ്ധന്മാർക്ക് മാത്രമേ താമസിക്കാൻ ഒക്കത്തുള്ളൂ. അതിനുവേണ്ടി ഭൂമിയെ ദൈവം ശുദ്ധീകരിക്കാൻ വേണ്ടി എടുക്കുന്ന വർഷങ്ങളാണ് 7 years of tribulations എന്ന് പറയുന്നത്. അപ്പോൾ 7 വർഷത്തെ മഹോപദ്രവത്തിന്റെ അനേക റീസൺസിൽ why the tribulation ചോദിച്ചാൽ, it has plenty of reasons. One of the reasons, not all the reasons, one of the reasons is to cleanse the earth. ഇനി അവിടെ ഇവിടെ ന്യായവിധിക്ക് വിധേയപ്പെടുന്ന ആളുകൾ ആരൊക്കെയാണ്? ന്യായം വിധിക്കപ്പെടേണ്ടി വരുന്ന ആളുകൾ ആരൊക്കെയാണ്? ഇത് ഞാൻ പറയുമ്പോൾ ഇതിപ്പോൾ എല്ലാം മുഖവരെ നിൽക്കുന്നുള്ളൂ കേട്ടോ. ഒരു പ്രാവശ്യം കൂടെ മേ ബി യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ആൻ അഡ്വാൻസ്ഡ് അപ്പോളജി. ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ് എന്ന് ഉള്ള രീതിയിൽ നിങ്ങൾക്ക് എടുക്കാൻ കഴിയും. ഇപ്പം നമ്മുടെ ഇതിനകത്തൊരു 19 പേര് സൂമിൽ ഇരിപ്പുണ്ട്, ഇപ്പം ഇരിപ്പുണ്ട്. പക്ഷെ നമ്മളിത് യൂട്യൂബിൽ ഇടുമ്പോൾ nearly or more than 2000 people watches it. അപ്പോൾ ഈ 2000 people, ഈ കാണുന്ന 2000 people, അവർക്ക് എല്ലാവർക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വരണമെന്നില്ല. മാത്രമല്ല, ചിലർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെയധികം ഹേർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് അവരെ ഹേർട്ട് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്? ഇല്ല. പക്ഷേ പ്രോബ്ലം, ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള വാളാണ്. ഇരുവായ്ത്തലുള്ള വാളെന്ന് പറയുമ്പോൾ one is to destroy, to attack, another is to sustain. ഒന്ന് അറ്റാക്ക് ചെയ്യാൻ, ആക്രമിക്കാൻ, മുറിക്കാൻ, മറ്റേത് സസ്റ്റെയിൻ ചെയ്യാൻ, നിലനിർത്താൻ. ഈ 2 പേർപ്പസും ഈ വാള് ചെയ്യും. നമുക്ക് പലപ്പോഴും ഈ സസ്റ്റെയിനിങ് പേർപ്പസേ അറിയത്തുള്ളൂ, ജീവിപ്പിക്കുന്ന വചനമേ അറിയത്തുള്ളൂ. മറ്റേ ഈ മുറിക്കുന്ന വചനത്തെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പം ഈ വചന ശുശ്രൂഷ പലപ്പോഴും ഒരുപാട് പേർക്കും വളരെ ഹേർട്ട് ചെയ്യാൻ സാധ്യതയുള്ളതാണ്. ഞാൻ നിങ്ങളെ ഹേർട്ട് ചെയ്യാറില്ല, എനിക്ക് അങ്ങനെ ഒരു പേർപ്പസേ ഇല്ല. മറിച്ച് the word of God hurts. ദൈവവചനം നല്ലതുപോലെ ഹേർട്ട് ചെയ്യുന്ന ഒന്നാണ്. വെൽ, സ്കോട്ട് പെക്ക് പറഞ്ഞ പോലെ those things that hurt instruct. നമ്മളെ മുറിക്കുന്ന, വേദനിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പഠിക്കാനുള്ളൂ. So if you avoid pain, you never learn anything. Pain avoid ചെയ്തോ, you will never learn anything. That's one thing. Now we are coming to the topics. ഈ ഭൂമിയിൽ ആരൊക്കെയാണ് ന്യായവിധിക്ക് വിധേയമാകാൻ പോകുന്നത്? The first thing, ദൈവസഭ എന്ന് പറയുന്ന ആളുകൾ. ദൈവസഭ, കുഞ്ഞാടിന്റെ മണവാട്ടി. സഭ എന്ന് പറഞ്ഞാൽ അതൊരു ജനറൽ ടേമാണ്. സഭ എന്ന് പറയുമ്പോൾ അതൊരു ജനറൽ ടേമാണ്. ദൈവസഭ എന്ന് പറയുമ്പം അത് ക്രിസ്ത്യാനികളെ കുറിക്കുന്ന ടെർമിനോളജിയാണ്. ദാറ്റ് മീൻസ് ക്രിസ്ത്യാനികൾ. പക്ഷെ കുറെ കൂടെ നമുക്കൊന്ന് സ്ക്രീൻ ചെയ്തെടുക്കും, വേറൊരു ടെർമിനോളജി കിട്ടും.
ആ ടെർമിനോളജിക്ക് കുഞ്ഞാടിന്റെ മണവാട്ടി എന്ന് പറയും. കുഞ്ഞാടിന്റെ മണവാട്ടി. ഈ കുഞ്ഞാടിന്റെ മണവാട്ടിക്ക് വേണ്ടിയാണ് കർത്താവ് കാഹളവുമായി സ്വർഗത്തിൽ നിന്ന് വരുന്നത്. He comes with the trumpet from God exclusively for his bride. Exclusively for his bride. വേറെ ആർക്കും വേണ്ടിയല്ല വരുന്നത്. അപ്പൊ നിങ്ങൾ 3 കാറ്റഗറി ആളുകളെ കാണാം. ഒന്ന് ഈ ദൈവമക്കൾ. എല്ലാ മനുഷ്യരെയും ദൈവം സൃഷ്ടിച്ചുകൊണ്ട് എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. There is no doubt about it. രണ്ടാമത്തെ കാര്യം, ക്രിസ്തുവിനെ അറിയാൻ ഇടയായി തീർന്നവർ, അവർ ക്രിസ്ത്യാനികളാണ്. ഇത് രണ്ടാമത്തെ കാറ്റഗറി. ആൻഡ് ദ തേർഡ് കാറ്റഗറി ആർ ദി ബ്രൈഡ് ഓഫ് ദ ലാം, കുഞ്ഞാടിന്റെ മണവാട്ടി എന്നുള്ളത്. ഈ 3 കാറ്റഗറി തമ്മിലുള്ള ഡിഫറൻസ് വെരി 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 ക്ലിയർ ഡിഫറൻസ്. വ്യക്തമായ വ്യത്യാസം ഈ 3 കാറ്റഗറികൾ തമ്മിലുണ്ട്. ആരുടെ മുമ്പിൽ? ദൈവത്തിന്റെ മുമ്പിൽ. തെസ്സലോനിക്ക ലേഖനം, 2 തെസ്സലോനിക്ക ലേഖനങ്ങൾ, 1ഉം 2 തെസ്സലോനിക്ക ലേഖനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ ഡിഫറൻസ് ആണ് അവിടെ സ്ട്രെസ് ചെയ്യുന്നത്. ദൈവത്തെ അറിയുന്നവരും അറിയാത്തവരും തമ്മിലുള്ള വ്യത്യാസം, ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം, ദൈവത്തിന്റെ മക്കളും ദൈവത്തിന്റെ മക്കളും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം, കുഞ്ഞാടിന്റെ മണവാട്ടിയും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. ഈ ഡിഫറൻസ് വളരെ ക്ലിയർ ആണ് ദൈവത്തിന് മുമ്പിൽ. പക്ഷെങ്കിൽ ലോകത്തിന് മുമ്പിൽ ഈ ഡിഫറൻസ് ക്ലിയർ അല്ലതാനും. Now, it's our responsibility to make sure that we belong to the last category, that is the bride of the Lamb. കുഞ്ഞാടിന്റെ മണവാട്ടി എന്ന വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുന്നു എന്ന കാര്യം നമ്മൾ ഉറപ്പാക്കിയിരിക്കണം. അപ്പോൾ കുഞ്ഞാടിന്റെ മണവാട്ടി എന്ന കാറ്റഗറിയിൽ പെടുന്ന ആളുകൾ മാത്രമേ ഈ കാഹളത്തിൽ എടുക്കപ്പെടുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ബാക്കി റെസ്റ്റ് ഓഫ് ദ വേൾഡ്, അവരാണ് ഭൂമിയോടൊപ്പം ന്യായവിധിക്ക് വിധേയമാകാൻ പോകുന്നത്. ഭൂമിയോടൊപ്പം ന്യായവിധിക്ക് വിധേയമാകാൻ പോകുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരെ നമുക്ക് എങ്ങനെ ഏതൊക്കെ കാറ്റഗറിയിൽ പെടുത്താം? The first category of people, listen to me, the first category of people who must necessarily face the tribulation. ട്രിബുലേഷൻ ഒഴിവാക്കാൻ ഒരു രക്ഷയുമില്ല. എത്ര നോക്കിയാലും ട്രിബുലേഷൻ ഒഴിവാക്കാൻ കഴിയാത്ത കൂട്ടരാണ് the Jews who do not receive Jesus as their savior also. Jews പെർസ്പെക്റ്റീവില് യേശു ഈ ക്രിസ്ത്യാനികളുടെ ദൈവം എന്ന് പറയും, ലോകത്തിലുള്ള ജാതികളുടെ ദൈവം, ഞങ്ങളുടെ ദൈവമല്ല. അവർ ഗോഡ് ഈസ് മഷിയാഖ്. ആ മഷിയാഖ് എന്ന് പറയുന്ന ആളാണ് യേശു എന്നുള്ള കാര്യം ഇതുവരെ അവർക്ക് ബോധോദയത്തിൽ ഉണ്ടായിട്ടില്ല. സോ ദേ റിജക്ട് ജീസസ്. യേശു ക്രിസ്തുവിനെ തള്ളിക്കളയുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഗോഡ്സ് ഏൻഷ്യന്റ് പീപ്പിൾ വിൽ ഹാവ് ടു ഫേസ് ജഡ്ജ്മെന്റ്. യഹൂദനെ പറ്റി പറയുന്നത് ഗോഡ്സ് ഏൻഷ്യന്റ് പീപ്പിൾ എന്നാണ്. ദൈവം തനിക്കായി തിരഞ്ഞെടുത്ത ആദ്യ ജനമാണ് യഹൂദന്മാർ എന്ന് 3500 years ago, 3500 വർഷം മുമ്പ് ദൈവം തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത, മിസ്രൈമിൽ തിരഞ്ഞെടുത്ത ആളുകളാണ് അവർ. ബട്ട് because they do not receive or accept or admit Jesus Christ as their savior, they have to face condemnation, they have to face judgment. എന്ത് കാരണം കൊണ്ടാണ് അവര് ജഡ്ജ്മെന്റ് വിധേയമാകേണ്ടത്? റീസൺ നമ്പർ 1, അവർ യേശു ക്രിസ്തുവിനെ തള്ളിക്കളയുന്നു. രണ്ടാമത്തെ കാരണം, they persecute the church of God. അവർ ദൈവസഭയെ ഉപദ്രവിക്കുന്നു. ദൈവസഭയെ ഉപദ്രവിക്കുന്നു പറഞ്ഞാൽ ദൈവത്തിന്റെ മുൻപിൽ വളരെ 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 സീരിയസ് ആയ കാര്യമാണ്. ശ്രേഷ്ഠനായ അപ്പോസ്തലനായി തീർന്ന ശേഷവും പൗലോസ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ഞാൻ ദൈവസഭയെ ഉപദ്രവിച്ചു എന്നുള്ളത് കൊണ്ട് അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല. ബിക്കോസ് though unknowingly I persecuted the church, unknowingly, അറിയാതാണ് ഞാൻ സഭയെ ഉപദ്രവിച്ചതുകൊണ്ട് അപ്പോസ്തലൻ എന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനല്ല. So persecuting the church is something so serious. കാരണം ദൈവം റിട്ടൺ ആയ ഒരു കമാൻഡ് ലോകത്ത് കൊടുത്തിട്ടുണ്ട്. എന്താ കമാൻഡ് എന്ന് പറയുമ്പോ, എന്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും വരുത്തരുത്.
എൻ്റെ മക്കളെ തൊടരുത്, എൻ്റെ മക്കളെ തൊടരുത്. എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും വരുത്തരുത്, ഒരു ദോഷവും വരുത്തരുത്. ഡോണ്ട് ടച്ച് മൈ ഹോളി വെസൽസ് എന്നാണ്. എൻ്റെ വിശുദ്ധ പാത്രങ്ങളെ തൊടരുത്. നിങ്ങൾക്ക് അടിയുണ്ടാക്കണം, അടിയുണ്ടാക്കി തന്നെ പിടിയും ഉണ്ടാക്കി കുഴപ്പമില്ല, പക്ഷെ ഇങ്ങോട്ട് കയറി തല്ലരുത്. അപ്പം യഹൂദൻ, when they had the upper hand in the Roman Empire, listen to me, when they had the upper hand in the Roman Empire, റോമൻ എംപയർ അവർക്ക് അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്ന കാലത്ത് വീടുകളും തോറും കയറി ഇറങ്ങി യഹൂദന്മാർ ക്രിസ്ത്യാനികളെ പിടിച്ചു കെട്ടിക്കൊണ്ട് ചിലവ് കൊണ്ട് അടിക്കുകയും കാരാഗൃഹത്തിലിടുകയും റോമൻ പടയാളികൾ കൊണ്ട് അവരെ കൊല്ലിക്കുകയും ചെയ്തു. സോ ക്രിസ്ത്യാനികളെ കൊന്നു ഒറ്റ കാരണം കൊണ്ട്, ആ കാരണം കൊണ്ട് യഹൂദൻ ശിക്ഷ നേരിടേണ്ടി വരും. സോ ദ ഫസ്റ്റ് കാറ്റഗറി ഓഫ് പീപ്പിൾ who are going to be left on this earth to face the condemnation are the Jewish people who happen to be alive at that time but had not received Jesus as a savior. യേശു ക്രിസ്തുവിന്റെ രക്ഷിതാവായി അംഗീകരിച്ചിട്ടുള്ള എല്ലാ യഹൂദനും റാപ്ചറിൽ സ്വർഗത്തിൽ പോവുകയും അംഗീകരിക്കാത്ത എല്ലാവരും ഈ ഭൂമിയിൽ ന്യായവിധിക്ക് വിധേയരാകുകയും ചെയ്യും. That is the first category. And the second category of people, listen to the second category of people, യേശു ക്രിസ്തുവിന്റെ ദിവ്യത്വത്തെ നിഷേധിക്കുന്നവർ. യേശു ക്രിസ്തുവിന്റെ ദിവ്യത്വത്തെ നിഷേധിക്കുന്നവർ. യേശു ക്രിസ്തു ദൈവമാണ് എന്ന് പറഞ്ഞാൽ അത് കേൾക്കുമ്പോഴേക്ക് വാളെടുക്കുന്നൊരു കൂട്ടരുണ്ട്. ഇന്നലെ ഞാനൊരു വീഡിയോ റിലീസ് ചെയ്തായിരുന്നു. 23-ാം സങ്കീർത്തനത്തിന്റെ ഹീബ്രു എക്സ്പ്ലനേഷൻ. 23-ാം സങ്കീർത്തനം എബ്രായ ഭാഷയിൽ വായിച്ച് അതിന്റെ പൊരുൾ തിരിക്കുന്ന ഒരു മെസ്സേജ്, ഒരു സ്പീച്ച്, ബൈബിൾ സ്റ്റഡി റിലീസ് ചെയ്തു. ഞാൻ ഇന്ന് നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അതിനകത്ത് കമന്റ്സ് നോക്കുകയായിരുന്നു. അതിൽ ഒരുത്തൻ സകല ജീവിതത്തെ എന്നെ വിളിക്കുക, നീ പിശാചാണ്, നീ സാത്താനാണ്, നീ ജിന്നാണ്, നിന്നെ കൈ കിട്ടിയിരുന്നെങ്കിൽ കൊന്നുകളയുമായിരുന്നു. ഞാൻ എന്തോ ചെയ്തു? 23-ാം സങ്കീർത്തനം ദാവീദ് എഴുതിയതാണ്. അത് എഴുതിയ ഭാഷയിൽ ഞാൻ എൻ്റെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തുള്ളൂ, വേറെ ആർക്കും പറഞ്ഞു കൊടുത്തില്ല. പക്ഷെ അതിന് ഒരുത്തം വന്ന് എന്നെ അങ്ങ് രോജിത്തം വിളിച്ചിരിക്കുക, നിന്നെ കൈ കിട്ടിയങ്ങ് തട്ടിക്കളയുമായിരുന്നു. പുള്ളിയുടെ പ്രോബ്ലം എന്താ? ഞാൻ യേശു ക്രിസ്തുവിനെ ദൈവമെന്ന് അംഗീകരിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ദിവ്യത്വത്തെ നിഷേധിക്കുന്ന ആളുകൾ ഈ ഭൂമിയിൽ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാകേണ്ടി വരും. That is the second category. And the third category is people don't care. People don't care. They don't care. അവരെ അഗ്നോസ്റ്റിസ്റ്റ് എന്ന് പറയും. ദൈവം ഉണ്ടായിരിക്കും, ഇല്ലായിരിക്കും, ഉണ്ടോ ഇല്ലോ ആർക്കറിയാം. ഒരു കേരളത്തിൽ ഞാനിപ്പോൾ പേര് പറഞ്ഞ് എല്ലാവർക്കും അറിയാവുന്ന ഒരാള് ഒരു 1-2 വർഷം മുമ്പ് ഒരു പ്രസംഗം പ്രസംഗിക്കുന്നത് കേട്ടാണ്. പുള്ളി ഇങ്ങനെ പറഞ്ഞത്, ദൈവം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇല്ലാതിരിക്കുന്ന ദൈവത്തിന്റെ മാന്യതയ്ക്ക് നല്ലെന്ന്. ഞാൻ ഈ ഒരാളുണ്ടെന്ന് പുറത്ത് പറയാതിരിക്കുന്ന ദൈവത്തിന്റെ മാന്യതയ്ക്ക് നല്ലതെന്ന്. ഓക്കെ, അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? സൃഷ്ടാവ് എവിടെയാ സൃഷ്ടാവ്? വേർ ഈസ് ദ ക്രിയേറ്റർ? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. വേർ ഈസ് ദ ക്രിയേറ്റർ? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. ഒലാം എന്ന് പറഞ്ഞാൽ ഈ ഭൂമി എന്ന്, ഈ ലോകം എന്നാണ്. ഈ ഒലാം എന്ന് വേണ്ട രണ്ടാമത്തെ അർത്ഥം ദാറ്റ് വിച്ച് ഈസ് ഹിഡൻ, മറഞ്ഞിരിക്കുന്നതാണ്. എന്ത് മറഞ്ഞിരിക്കുന്നു? സൃഷ്ടാവ് മറഞ്ഞിരിക്കുന്നു. എന്നെ വാസ്തവമായി അന്വേഷിച്ചാൽ എന്നെ കണ്ടെത്തുമെന്ന്. അപ്പൊ ഈ ഭൂമി എന്ത് വിളിച്ചു പറയുന്നു? ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം തന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകലിന് വാക്ക് കൊടുക്കുന്നു, രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. വാക്കുകളില്ല, ഭാഷണമില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ഭൂമിയുടെ ഒരറ്റം മുതൽ അറ്റം വരെ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. യെസ്, there is a creator, but he is hiding. And it is your onus, the onus is upon you to seek and find him. ആ ദൈവത്തെ കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം നിന്റെയാണ്. ഓക്കെ, അപ്പോൾ ന്യായവിധി വിധേയം നടത്തുന്ന ആൾക്കാരാണ് ഇവര്. ഇനി വേറൊരു കാര്യമുണ്ട്. Those who have a parallel construction എന്ന് പറഞ്ഞാൽ ഇതിന് പാരലായിട്ട് ഒരു കൺസ്ട്രക്ഷൻ ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു. അത് ഞങ്ങൾ പുരാണങ്ങളിലും പറഞ്ഞിട്ടുണ്ട്.
മഷിക, കുറിശിപ്പിയർ മഷിയായെ പറ്റി ഞങ്ങൾ പ്രജാപതി എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? ഇങ്ങനെ ഇതൊക്കെ ഞങ്ങളുടെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങളുടെ കക്ഷികളെ മുമ്പേ കണ്ടെത്തി. നിങ്ങൾക്ക് യേശുവിനെ കണ്ടെത്താനായിട്ട് 2000 കൊല്ലമായുണ്ടോ? ഞങ്ങൾ അതിനൊക്കെ എത്രയോ മുമ്പ് ഞങ്ങളുടെ വലിയ 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 കക്ഷികൾ പിന്നെ ഇത് കണ്ടെത്തി ഞങ്ങളുടെ പുസ്തകം കിതാബുകളൊക്കെ എഴുതിയിട്ടുള്ളതാണ്. വാട്ട് ഡു ദേ ഡു? അവര് പാരലൽ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നവരാണ്. പാരലൽ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നവര് അവര് സ്വർഗത്തിൽ പോകത്തില്ലെന്ന് മാത്രമല്ല, അവർ ഈ ഭൂമിയിൽ കടുത്ത ശിക്ഷയ്ക്ക് വിധേയരാകേണ്ടി വരും. ആൻഡ് ദെൻ ദ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ആർ ദ പീപ്പിൾ നോൺ ആസ് ക്രിസ്ത്യൻസ് എന്ന് വിളിക്കപ്പെടുന്നവര്. ഈ ക്രിസ്ത്യൻസ് വിളിക്കപ്പെടുന്നവരിൽ ഒരു കൂട്ടം ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അവര് ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരാണ്. ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുക എന്ന് പറയുമ്പോൾ അവരവരുടെ പേര് പിതാക്കന്മാരെന്നാണ്. പിന്നെ ഹോളി ഫാദേഴ്സിനെ അറിയപ്പെടുത്തുള്ളൂ. ഹിസ് ഹൈനസ്, ഹിസ് ഹോളിനെസ്, പിന്നെ റൈറ്റ് റവന്, വെരി വെരി റൈറ്റ്. ഈ വെരി വെരി റൈറ്റ് എന്ന് എനിക്കറിയാം. പക്ഷെ വലിയ പൊസിഷൻസ് ആട്ടോ. നമ്മൾ അവരെ ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിക്കട്ടെ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എല്ലാവരും ഉണ്ടോ? അതോ എല്ലാവരും ഉറങ്ങിപ്പോയോ? ബാബുജോതി മാസ്റ്ററെ, എല്ലാവരും ഉണ്ടോ? അതോ എല്ലാവരും ഉറങ്ങിയോ? പാസ്റ്റർ എല്ലാം ഉറങ്ങിയിട്ടില്ല. 2 സ്തോത്രം. ഈ ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുന്നതാണെന്നുള്ളത്, ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു കേട്ടോണം. അത് ബൈബിളിൽ കിങ് ജെയിംസ് ട്രാൻസ്ലേറ്റേഴ്സ് എഴുതി ചേർത്തതാണ്. അതിനു മുമ്പുള്ള ജനീവ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ഏത് മനുഷ്യനും ദൈവത്തിന്റെ ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടക്കിയിരിക്കട്ടെന്ന്. ഏത് മനുഷ്യനും എന്തിനാ കീഴടങ്ങേണ്ടത്? ദൈവത്തിന്റെ ശ്രേഷ്ഠാധികാരം. അപ്പൊ ശ്രേഷ്ഠാധികാരം ആരുടെയാ? ദൈവത്തിന്റെയാ. ദൈവത്തിന്റെ ശ്രേഷ്ഠാധികാരങ്ങൾ കീഴടങ്ങിയിരിക്കണം എന്നാണ് ജനീവ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കിങ് ജെയിംസ് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കാലത്ത് ഇംഗ്ലണ്ടിൽ ഒരുപാട് കലാപം നടക്കുന്നുണ്ട്. ഒരു രാജാവിനെതിരായിട്ടും കലാപമുണ്ട്. അതിനു മുമ്പ് രാജാവിനെ ഇവര് കഴുത്തി വെട്ടി കൂട്ടരാം. വേറൊരു കക്ഷി ഇവരെ തനിക്കൊന്ന് കെട്ടി തൂക്കിയതാണ്. അപ്പോൾ ഭരണാധികാരികൾക്കെതിരായിട്ട് മൂവ്മെന്റ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമല്ല. അപ്പോ തനിക്കെതിരായിട്ട് റിവോൾട്ട് നിൽക്കിയ ആൾക്കാർ വാളൂരിക്കൊണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എൻ്റെ വിഷയമല്ല ഇത് കേട്ടോ. കിങ് ജെയിംസ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ രാജഭരണത്തിന് രാജാവിന് എതിരായിട്ട് ഒരു കൂട്ടം ആളുകൾ മുദ്രാക്കി വിളിച്ചിറങ്ങിയിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? രാജാവിൻ്റെ ആഗ്രഹം അനുസരിച്ച് ഒരു ചെറിയ തിരുത്തലാണ് വിളിച്ചു. എന്ന തിരുത്തല്? ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിക്കട്ടെ. അപ്പോൾ വായിക്കുന്നവർ എന്ത് വിചാരിക്കും? ശ്രേഷ്ഠാധികാരി ആരാണ്? രാജാവാണ്. ഇനി അടുത്ത താഴെ എഴുതി ദൈവത്താൽ അല്ലാതെ ഒരു അധികാരമില്ലല്ലോ. അപ്പൊ ഡിവൈൻ റൈറ്റ് തിയറി അവിടെ ഡെവലപ്പ് ചെയ്ത ഏതെങ്കിലും അധികാരം ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ദൈവം കൊടുത്തതാണല്ലോ, അല്ലാതെ ഒരു അധികാരം ഇല്ലല്ലോ. എനിക്ക് ഇച്ചിരി ഡൈവേർട്ട് ചെയ്തു, ക്ഷമിക്കണം. ഐ എം ബ്രിങ്ങിങ് യു ബാക്ക്. അപ്പൊ നമ്മൾ ഈ ശ്രേഷ്ഠാധികാരികൾ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ബിലിറ്റിൽ ചെയ്യല്ല. ശ്രദ്ധിച്ചോണം. ആദിമസഭയും ഈ സഭയും തമ്മിലുള്ള വ്യത്യാസം. ഏത് സഭ? ആദിമസഭയും ശ്രേഷ്ഠാധികാരികളാൽ ഭരിക്കപ്പെടുന്ന, അതായത് ഈ പത്രോസ് പിന്നെ യോഹന്നാൻ യാക്കോബിനെ അഭിസംബോധന ചെയ്യുമ്പം റൈറ്റ്, വെരി റൈറ്റ്, സൂപ്പർ റൈറ്റ്, സുപ്പീരിയർ റൈറ്റ് എന്ന് പറയത്തില്ല. സഹോദര പൗലോസേ, സഹോദര പത്രോസേ, സഹോദര തീത്തോസേ, സഹോദര തിമോത്തിയോസേ, അല്ലേ? അന്യോന്യം അവനങ്ങനെ സംബോധന ചെയ്തുള്ളൂ. ഇപ്പം നമ്മുടെ ആർച്ച് ബിഷപ്പ് കാന്റർബറിയെ ഇപ്പം സഹോദര എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പേര് പറയാൻ പറ്റുമോ? എൻ്റെ ദൈവം എന്നാൽ അന്ന് ആകാശം ഇടിഞ്ഞ് ഇംഗ്ലണ്ടിന്റെ മണ്ടയ്ക്ക് വീഴും. യു കാണ്ട് ഈവൻ റിമോട്ട്ലി ഇമാജിൻ ഡൂയിങ് ദാറ്റ്. അപ്പോൾ നമ്മൾ അവരെല്ലാം എടുത്തിട്ട് നമ്മൾ നോക്കണം, വാട്ട് ഈസ് ദ വൺ ഗ്രേറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദം. ദാറ്റ് മീൻസ് നമ്മളെ ഇപ്പോഴത്തെ സഭകളും ആദിമസഭയും തമ്മിലുള്ള വൺ ഗ്രേറ്റ് ഡിഫറൻസ് എന്തായിരുന്നു?
ആ വൺഗ്ര ഡിഫറൻസിനെ പറ്റി ഒരുപാട് പഠിച്ച ഒരാള് ആണ് വില്യം ബാക്ക്ലെ. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ പരിചയമുണ്ട് ബാക്ക്ലെ എന്ന് എൻ്റെ വിശ്വാസം. ബാക്ക്ലെ ഇതിനെപ്പറ്റി ധാരാളം പഠിച്ചു, നല്ലൊരു റിസർച്ച് ആയിരുന്നു. പക്ഷേ മണ്ടത്തരം കുളത്തിൽ എഴുതിയിട്ടുള്ളതായിരുന്നു. ബാക്ക്ലെ എന്നെ പറഞ്ഞത് ആദിമസഭയുടെ പ്രത്യേകത, എവ്രി വൺ ഓഫ് ദം വാസ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. എവ്രി വൺ ഓഫ് ദം വാസ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായിരുന്നു. എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നവരായിരുന്നു. എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നവരായിരുന്നു. ഇപ്പം അപ്പോസ്തലന്മാർ 12 പേര്, കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ, കർത്താവിൻ്റെ കൂടെ നടന്ന് കർത്താവിൻ്റെ തിരുമൊഴികൾ നേരിട്ട് കേട്ട് ദൈവവചനം പഠിച്ചവര്. അവർക്ക് നല്ല വചനജ്ഞാനമുണ്ട്. അവർക്ക് പ്രസംഗിക്കാനും പഠിപ്പിക്കാനും ഒക്കെ കർത്താവ് അവരെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. നല്ല സുവിശേഷകന്മാരാണ്. പക്ഷേ സുവിശേഷ വേല ആരംഭിക്കുന്നതിനും അവരോട് പറഞ്ഞു, കാത്തിരുന്ന് വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. എന്നിട്ട് ശക്തി ലഭിച്ച ശേഷം, ശ്രദ്ധിച്ചോണം നിങ്ങളത്, ശക്തി ലഭിച്ച ശേഷം നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകാൻ പറഞ്ഞു. അപ്പൊ ഈ ശക്തി എന്ന് പറയുന്നത് എന്തുവാ? അത് കഴിഞ്ഞിട്ട് ഒരു 40 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി. 40 ദിവസം അല്ല, 10 ദിവസം കഴിഞ്ഞ് ഇവർക്ക് മനസ്സിലായി എന്താണത് ഈ ശക്തി എന്ന് പറയുന്നത്. അത് tons and tons of fire fell upon them. Tons of fire fell upon them that burned them from top to bottom. കേട്ടോ, മേളുവരെ താഴെ വരെ അങ്ങ് കത്തിച്ചെന്ന് പറയുമോ, അന്യഭാഷ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. That was a moment when they were empowered. ആ ശക്തിയിൽ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചു. He spoke being empowered by the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചു. ഇത് നമ്മൾ ത്രൂഔട്ട് ദി ബൈബിൾ, എസ്പെഷ്യലി അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോഴെല്ലാം ഈ ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. അത് മാനിഫെസ്റ്റ് ആകുന്നത് when they speak in tongues. ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയും അത് മാനിഫെസ്റ്റ് ആകുന്നത് when they speak in tongues. അപ്പോൾ ഒരു കാര്യമുണ്ട് ഇവിടെ പറയുന്നത്, ഭക്തിയുടെ വേഷം ധരിച്ചു, പക്ഷെ അതിന്റെ ശക്തിയെ ത്യജിക്കുക. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ചില ആളുകളെ എടുത്ത് പറയണം. അത് കുറ്റം പറയുകയല്ല, കുറ്റം പറയുകയില്ല, ശ്രദ്ധിച്ചോണം. ഈ നമ്മുടെ ബ്രദറൻ സഭയുണ്ട്. ബ്രദറൻ സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ അംഗീകരിക്കുന്ന, പരിശുദ്ധാത്മാ അഭിഷേകം റിയൽ എന്ന് സമ്മതിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവർ പലരും അന്യഭാഷയിൽ സംസാരിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം അവർ ആത്മാവിൻ്റെ ശക്തിയെ ത്യജിക്കുന്നു എന്നല്ല. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒരാൾ പരിശുദ്ധാത്മാവിൽ സംസാരിക്കുന്നില്ല എന്നുള്ളത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ അവർ ത്യജിച്ചു കളയുന്നു എന്നല്ല അതിനർത്ഥം. അപ്പൊ നമുക്ക് ജനറലായിട്ട് ഈ ബ്രദറൻ സഭക്കാർ മുഴുവൻ പരിശുദ്ധാത്മാവിനെതിരാ എന്നൊരു മുദ്ര അവർ മേൽ കുത്താൻ പാടില്ല. വി കനോട്ട് ഡു ദാറ്റ്. ഇതുപോലെ പട്ടത്ത് സഭകളിൽ അനേക ശുശ്രൂഷകന്മാരും ദൈവക്കളുമുണ്ട്. അവർ പരിശുദ്ധാത്മാഭിഷേകത്തിൽ അന്യഭാഷ സംസാരിക്കുന്നില്ല. പെന്തക്കോസ്തുകളുണ്ടല്ലോ അന്യഭാഷ സംസാരിക്കുന്നവര്. Does it mean they reject the power of the Holy Spirit? പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ അവർ ത്യജിക്കുന്നു എന്നുള്ള ചോദ്യം. നെവർ. നമ്പർ 1, they never speak against the Holy Spirit. പരിശുദ്ധാത്മാവിനെതിരായിട്ട് അവർ സംസാരിക്കുന്നില്ല. അവർ പരിശുദ്ധാത്മാവിൽ അന്യഭാഷ സംസാരിക്കുന്നില്ലെങ്കിലും. നമ്പർ 2, they never reject the power of the Holy Spirit. ആത്മാവിന്റെ ശക്തി അവർ തള്ളിക്കളയുന്നില്ല. അവർ ആത്മാവിന്റെ ശക്തിയിലല്ല പ്രസംഗിക്കുന്നെങ്കിലും. അപ്പോൾ ഒരു ഗുണം എന്താ? അവരെ സംബന്ധിച്ചോളം അവർ ഭക്തിയുടെ വേഷം ധരിക്കുകയും അതിന്റെ ശക്തിയെ ത്യജിക്കാതിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയില്ലെന്ന് അവർ പറയുന്നില്ല. പരിശുദ്ധാത്മ ശക്തി ഇല്ലെന്ന് അവർ പറയുന്നില്ല. പരിശുദ്ധാത്മാവിന് ശക്തിയില്ലെന്ന് പറയുന്നില്ല. ആത്മശക്തി ഇല്ലെന്ന് അവർ പറയുന്നില്ല. വെൽ, they don't speak in tongues. അതൊരു ഗിഫ്റ്റാണ്. എല്ലാവർക്കും ആ ഗിഫ്റ്റ് കിട്ടണമെന്നില്ല. ലുക്ക് അറ്റ് ഇറ്റ്. അപ്പോ ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നതിൽ ഒരു ലാർജ് മജോറിറ്റിയുടെയും, ഈ പേരിൽ ഒരു ലാർജ് മജോറിറ്റിയും ഭക്തിയുടെ വേഷം ധരിക്കുകയും പിന്നെ അതിന്റെ ശക്തിയെ
ത്യജിച്ചു കളയുകയും ചെയ്യാം. അപ്പൊ ഈ കൂട്ടരി ഭൂമിയിൽ കിടക്കുകയാണ്. ആൻഡ് ദ നെക്സ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ഈസ് എ പ്രോബ്ലം കാറ്റഗറി. ആ പ്രോബ്ലം കാറ്റഗറി എന്ന് പറയുന്നത്, ഇന്ന് ഞങ്ങളുടെ സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡിയുടെ ആദ്യത്തെ ബാച്ചിൽ ക്ലാസ് എടുക്കുമ്പോൾ ഈ കാര്യം വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു. എനിക്ക് തോന്നുന്നു നമ്മുടെ ജോർജ് പാസ്റ്ററൊക്കെ കേട്ടപ്പോൾ ഭയങ്കര അസ്വസ്ഥനായിട്ടിരിക്കുന്നത്, ഈ ബാബുജോൺ പാസ്റ്റർ എന്തോ ഈ പറയുന്നത് നമ്മളെല്ലാം അടച്ച് കുറ്റം പറയാന്നൊക്കെ ഉള്ള മുഖത്തിങ്ങനെ ചിന്തയൊന്നും മിണ്ടിയില്ല കേട്ടോ. പുള്ളി അങ്ങനെ ദേഷ്യമൊക്കെ മുഖത്ത് വരുമെങ്കിലൊന്നും മിണ്ടത്തില്ല, അന്നവരും ചിരിച്ചു കളയും. ഇത് മുഖത്ത് ദേഷ്യം വരുമ്പോഴും ഹൃദയത്തിൽ ദേഷ്യം വരുമ്പോഴും ചിരിക്കാനുള്ള കൃപ ഇദ്ദേഹത്തിന് എവിടെ നിന്നാണ് കിട്ടിയെന്ന് എനിക്കൊരു പിടിയില്ല. എനിക്കാണ് എൻ്റെ അകത്ത് ദേഷ്യം വരുമ്പോൾ മുഖത്ത് പ്രകടമാകുകയും ചെയ്യും. ലെറ്റ്സ് കം ബാക്ക് ടു ദി ടോപ്പിക്സ്. എന്തിനാണ് ഒരു കൂട്ടം ആളുകളെ സ്വർഗത്തിൽ വിളിച്ചു ചേർക്കുന്നത്? ഞാനിതൊക്കെ പറയുന്നത് നിങ്ങൾ ആ കാറ്റഗറിയിൽ പെടാനും ഈ താഴത്തെ കാറ്റഗറിയിലാകാതിരിക്കുന്നതിനാണ്. എന്തിനാണ് ഒരു കൂട്ടം ആളുകളെ സ്വർഗത്തിൽ വിളിച്ചു ചേർക്കുന്നത്? ശ്രദ്ധിച്ചോണം. അവര് കുഞ്ഞാടിന്റെ മണവാട്ടിയാകാനാണ്. കുഞ്ഞാടിന്റെ കല്യാണം വന്നു, തന്റെ കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അപ്പൊ കുഞ്ഞാടിന്റെ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന കാന്ത, ഈ കല്യാണം നടത്തുന്ന ആരാണ്? പിതാവായ ദൈവം. ഈ പിതാവായ ദൈവത്തിന്റെ പ്രത്യേകത, താന് ഈ ശൈശവ വിവാഹം ഇഷ്ടപ്പെടുന്നില്ല. ഇറ്റ് ഡസന്റ് ലൈക്ക് വാട്ട് ഈസ് കോൾഡ് ദി ഇൻഫന്റ് മാരേജ്. ശൈശവ വിവാഹം ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ എന്ത് ഇഷ്ടപ്പെടുന്നുള്ളൂ? യൗവന യുക്തരായ രണ്ടുപേര് തമ്മിൽ ഉള്ള വിവാഹം മാത്രമേ പിതാവായ ദൈവം ഇഷ്ടപ്പെടുന്നുള്ളൂ. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അപ്പം നമ്മൾ ക്രിസ്ത്യാനികളായപ്പോൾ, നമ്മൾ ദൈവമക്കളായപ്പോൾ, വി ആർ ബോൺ അഗൈൻ ഇൻ ടു ദി ഫാമിലി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓർ ദ ഹെവൻലി ഫാദർ. നമ്മൾ ക്രിസ്ത്യാനികളായപ്പോൾ സ്വർഗീയ പിതാവിന്റെ കുടുംബത്തിൽ നമ്മൾ വീണ്ടും ജനിച്ചു. ഈ വീണ്ടും ജനിച്ച നമ്മൾ എന്തിനു വേണ്ടിയാണ്? നിത്യതയ്ക്ക് വേണ്ടി, കുഞ്ഞാടിന്റെ മണവാട്ടിയാകുന്നതിന് വേണ്ടിയാണ് നമ്മൾ വീണ്ടും ജനിച്ചത്. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മളെ നേരെ സ്വർഗത്തിൽ കൊണ്ടുപോയാൽ മതിയല്ലോ? പറ്റത്തില്ല. You have to live on this earth and grow to reaching the fullness of Jesus Christ. ക്രിസ്തു എന്ന തലയോളം ഈ ഭൂമിയിൽ നിങ്ങൾ വളരണം. ദൈവത്തെ പറ്റിയുള്ള അറിവിൽ വളരണം. So thus you become a mature Christian. ഏതാണ് മച്ചുറിറ്റി ലെവല്? ക്രിസ്തുവെന്ന പൂർണ്ണ ആളത്വം വരെ വളരണം. ക്രിസ്തുവിന്റെ മച്യൂരിറ്റിക്കൊപ്പം നിങ്ങൾ വളർന്നു വരണം. ആ വളർന്നു വരുന്നവർക്ക് മാത്രമേ എന്താകാൻ കഴിയത്തുള്ളൂ? കുഞ്ഞാടിന്റെ കാന്ത ആകാൻ കഴിയത്തുള്ളൂ. അവിടെ ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. സം പീപ്പിൾ കനോട്ട് ഗ്രോ ആൻഡ് സം പീപ്പിൾ ഡു നോട്ട് ഗ്രോ ആൻഡ് സം അതർ പീപ്പിൾ ഡോണ്ട് വാണ്ട് ടു ഗ്രോ. സം പീപ്പിൾ ഡോണ്ട് ഗ്രോ. ചിലർക്ക് വളരുന്നില്ല, ചിലർക്ക് വളരാൻ കഴിയത്തില്ല. they want to but they cannot, കഴിയത്തില്ല. and some other people they don't want to grow. അവരുടെ സ്പിരിച്വൽ ലെവൽ എന്ന് പറയുന്നത്, ആത്മീയ നിലവാരം എന്ന് പറയുന്നത് എന്നും ബേബി സ്റ്റേജാണ്. ഈ ബേബി സ്റ്റേജ് ആയിരിക്കുന്ന ക്രിസ്ത്യാനികളെ പറ്റിയാണ് ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവകാശി സർവത്തിൻ്റെ ഉടമസ്ഥനെങ്കിലും ശിശു ആയിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ ഒട്ടും മെച്ചമല്ല. അവകാശിയ, സർവത്തിന്റെ ഉടമസ്ഥന, പക്ഷെ മച്ചുവരാകുന്നില്ല. മച്ചുവരിലേക്ക് എത്താത്തോളം കാലം അവൻ ആരാ? അവൻ ദാസനാണ്. അപ്പൊ എന്താ പറ്റുന്നത്? ദാസൻ ഒന്നാമത്തെ കാര്യം, രണ്ട് കാര്യം, ദാസനോ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ദാസൻ ഒരിക്കലും അവകാശം പ്രാപിക്കുന്നില്ല. ഐ ഡോണ്ട് നോ വെദർ യു ആർ വിത്ത് മീ ഓർ നോട്ട്. മോസ്റ്റ് ഓഫ് യു മസ്റ്റ് ബി സ്ലീപ്പിംഗ്. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. ഇങ്ങനെ ഒരുപാട് പേര് ഇരിപ്പുണ്ട്. ഇന്ന് വരേണ്ട ആവശ്യമില്ല. ന്യായവിധി ഇതുവരെ തുടങ്ങിയില്ല. അടി തുടങ്ങി. നമ്മൾ അടിയും വെടിയൊക്കെ കേൾക്കാൻ നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുക. അപ്പൊ അടിയും തുടങ്ങുന്നില്ല, വെടിയും തുടങ്ങുന്നില്ല. എന്തോ ഇടപാടാ കർത്താവേ എന്നുണ്ടാ ഇരിക്കുന്നത്. ഈ എന്തോ യുദ്ധത്തിന്റെ വാർത്തയൊക്കെ കാണാൻ ടെലിവിഷൻ ഓൺ ചെയ്തിട്ട് അവിടെ അന്നേരം എന്തോ ക്രിക്കറ്റ് കാണിക്കുന്ന പോലാണ് ഇപ്പം ഞാൻ ഈ കാണിക്കുന്നതിലും കളി എന്തിക്കും. യുദ്ധത്തിന്റെ വാർത്തയിലെ വാർത്ത കേൾക്കേണ്ടത് ക്രിക്കറ്റ് ഇടുകയെന്ന് തോന്നുന്നു. ശ്രദ്ധിച്ചോണേ. ദൈവമക്കളാകുവാൻ വിളിക്കപ്പെട്ടു.
വിളിക്കപ്പെട്ട കുഞ്ഞാടിന്റെ മണവാട്ടി എന്ന സ്റ്റേജിലേക്ക് സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടായി, ദൈവത്തെ പറ്റിയുള്ള അറിവിൽ വളരാനാണ്. പക്ഷെ എന്ത് ചെയ്യുന്നു? ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. മറ്റെന്താ, ഇയാള് ദൈവവേദനാണോ? ആണ്, ദൈവവേദനാണ്, മക്കളാണ്, ഈസ് എ ചൈൽഡ് ഓഫ് ഗോഡ്, ചിൽഡ്രൻ ഓഫ് ഗോഡ്. പക്ഷെ എന്ത് സംഭവിക്കുന്നില്ല? ഗ്രോത്ത് ഉണ്ടാകുന്നില്ല. ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ കുഴപ്പമെന്നറിയാമോ? മക്കൾ അവകാശി, സർവത്തിനും ഉടമസ്ഥനാ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും ഇയാള് അവകാശിയാ. പക്ഷെ എങ്ങനെ ഇരിക്കുന്നുള്ളൂ? ബേബി സ്റ്റേജിലേ ഇരിക്കുന്നുള്ളൂ. അപ്പൊ ഇയാൾക്ക് രണ്ട് കാര്യം സംഭവിക്കും. ഒന്നാമത്തെ കാര്യം, ഇയാൾ ദാസനെ പോലെ, നോ ഡിഫറൻസ് ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് ലൈഫ്. ദാസന്റെ രണ്ട് പ്രോബ്ലം എന്താ? ഒന്ന്, ദാസൻ എന്നേക്കും കുടുംബത്തിൽ വസിക്കുന്ന ഇല്ല. ദാറ്റ്സ് എ ട്രാജഡി. ദൈവവേദനായിട്ട് ദൈവഭവനത്തിൽ വന്നു, ഒരിക്കലും മറ്റൊരിട്ടിലേക്ക് വരുന്നില്ല. അപ്പൊ എന്ത് പറ്റും? There comes a time when you are ousted, you are out of the kingdom of God or the family of God. ദൈവത്തിന്റെ ഫാമിലിയിൽ നിന്ന് നിങ്ങൾ അകലപ്പെട്ടു, നിങ്ങൾ ദൈവവൈതലല്ല ആയിത്തീർന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ദാസൻ എന്നേക്കും കുടുംബത്തിൽ വസിക്കുന്നില്ല. ഈ മച്ചുററ്റിലേക്ക് വരാത്ത ക്രിസ്ത്യാനിയും എന്നേക്കും ദൈവവൈതൽ എന്ന പൊസിഷൻ അവകാശിയല്ല. രണ്ട്, ദാസൻ അവകാശം പ്രാപിക്കുന്നില്ല. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിൽ ഒരുക്കിയിരിക്കുന്ന വെളിച്ചത്തിലുള്ള അവകാശം, അതാണ് പറഞ്ഞത്. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിന് നമ്മളെ പ്രാപ്തരാക്കുകയും നമ്മൾ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ തൻ്റെ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്ന പിതാവായ ദൈവം. അപ്പോൾ നമ്മൾ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് വെളിച്ചത്തിന്റെ അധികാരത്തിൽ കൊണ്ടുവന്നത് വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശം പ്രാപിക്കുന്നതിനാ. അപ്പം രണ്ട് പോർട്ട്ഫോളിയോ നമ്മൾ ഒരുപോലെ ഫില്ലപ്പ് ചെയ്യണം. വി ഹാവ് ടു ഫിൽ അപ്പ് 2 portfolios സിമിൾട്ടേനിയസ്ലി. ഒന്നാമത്തെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ് നമ്മൾ മക്കളാണ്. മക്കൾ എന്നതിലേക്ക് നമുക്ക് അപ്പനോട് ചില ഉത്തരവാദിത്തമുണ്ട്. ആൻഡ് സെക്കൻഡ്ലി, നമ്മൾ അവകാശികളാണ്. വി ആർ ഇൻഹെറിറ്റേഴ്സ് ഹയേഴ്സ്. അപ്പോൾ മക്കളെങ്കിലും അവകാശികളുമാകുന്നു. മക്കളും അവകാശികളുമാണ്. ഇപ്പം വിളിക്കപ്പെടുന്നത് എന്തെന്നറിയാമോ? കാഹളം തുനിക്കുന്നറിയാമോ? വിശുദ്ധന്മാർക്ക് സ്വർഗത്തിലുള്ള അവകാശം പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷെ ഈ പുള്ളി ശിശുവാ. പെന്തക്കോസ്തി വന്നിട്ട് 50 കൊല്ലമായി. ഇപ്പോഴും ആ വന്ന കാലത്തെ പറ്റി അപ്പുറം യാതൊരു ഗ്രോത്തും യാതൊരു ഡെവലപ്മെന്റും ഈ കഥാപാത്രത്തിന് ഉണ്ടായിട്ടില്ല. പുള്ളിയോട് ആരോ പറഞ്ഞു പറ്റിച്ചു, കർത്താവ് കാഹളം കൊണ്ട് വരും, ധ്വനിക്കും, നീയും പോകുമെന്ന്. ചുമ്മാതാ. അതാർക്കുള്ളതാണ്? മച്ചർ ക്രിസ്ത്യൻസിന് അവകാശം പ്രാപിക്കാൻ കയറി വരിക. വിശുദ്ധന്മാർ തങ്ങളുടെ അവകാശം പ്രാപിക്കാൻ കയറി വരിക. ഈ പുള്ളിക്ക് എന്താ അവകാശം? ബിക്കോസ് ഹി ഹാഡ് നെവർ ബീൻ മച്ചുവർ. ഇമ്മച്ചുവറായി ജീവിക്കുന്ന ക്രിസ്ത്യാനികളും പ്രോബ്ലം എന്താ? 2 കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, അവർ ഭക്തിയുടെ വേഷം ധരിക്കുകയും ശക്തിയെ ത്യജിച്ചു കളയുകയും ചെയ്തു. രണ്ടാമത്തെ കാര്യം എന്നറിയാമോ? അവർ ക്രിസ്തുവിനെ പറ്റിയുള്ള ദൈവത്തെ പറ്റിയുള്ള അറിവിൽ വളർന്നില്ല. സോ വാട്ട് ഈസ് ദ ഡേഞ്ചർ? ദ ഡേഞ്ചർ ഈസ് യു ആർ ഔട്ട് ഓഫ് ദ ഹൗസ് വൺ ഡേ. ഏതുപോലെ? ദാസൻ എന്നേക്കും ഭവനത്തിൽ വസിക്കാത്ത പോലെ യു ആർ ഔട്ട് ഓഫ് ദ ഹൗസ്. അപ്പൊ ഇത്തരം കൂട്ടർ ഈ ഭൂമി കിടക്കുക, ഇത്രയും കൂട്ടർ ഈ ഭൂമിയിൽ കിടക്കുക. ഇവരെ എന്താ ചെയ്യാൻ പോകേണ്ടത്? ഇവരെ എന്താ ചെയ്യാൻ പോകുന്നതിനെ പറ്റി നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലോട്ട് വരാൻ പോവാം. നമ്മൾ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ നമ്മൾ സൂക്ഷ്മമായി വായിച്ച് പഠിക്കാനെടുക്കുമ്പോൾ കുറച്ച് പുറകിലോട്ട് കൊണ്ട് ആവശ്യമുള്ളതുകൊണ്ട് നമുക്ക് 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കാം. തിരുവെഴുത്ത് കയ്യിലുള്ളവർ കയ്യിലും ഹൃദയത്തിലുള്ളവർ ഹൃദയത്തിലും തുറന്ന് വെച്ച് നോക്കണം. കുഞ്ഞാട് മുദ്രകളിലൊന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. കുഞ്ഞാട് മുദ്ര ജീവികൾ. കുഞ്ഞാട് മുദ്ര ജീവികൾ. ഇത് 4 6-ാം അധ്യായത്തിലില്ല. ഇത് 4 എവിടെയാ ഉള്ളത്? ഇത് 4-ഉം 4-ാം അധ്യായത്തിലാണ്. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചോ. നിങ്ങൾ വീട്ടിലിരിക്കാണല്ലോ, വായിച്ചാൽ മതി. 4-ാം അധ്യായത്തിൽ കാണുന്നത് യോഹന്നാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ
യോഹന്നാൻ അവിടെ സിംഹാസനത്തിൽ ഒരുത്തൻ ഇരിക്കുന്നു. ആ ഇരിക്കുന്ന ആളിന്റെ കയ്യിൽ അകത്തും പുറത്തും മുദ്രയുള്ള ഒരു ചുരുൾ കാണുന്നു. എന്തുകൊണ്ടാണ് അകത്തും പുറത്തും മുദ്രയുള്ള ചുരുൾ കാണുന്നത്? രസമാണ് ഈ കാര്യങ്ങൾ. കർത്താവേ, ഒരു ഒരു ബൈബിൾ കോളേജില് അവിടുന്ന് ഒരു MTO ചേർന്നിട്ട് സ്കോളർ എന്നോട്, സാറേ ഞങ്ങളോട് പറഞ്ഞത് ഈ സ്ക്രോളൊക്കെ ഒന്ന് വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ, കിട്ടാൻ പറ്റൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ സ്വർഗത്തിലായി സ്ക്രോൾ ഇരിക്കുന്നത്. അവിടെ ആണെങ്കിൽ സ്ക്രോൾ ഉണ്ടാക്കുന്നതില്ല കാര്യം. ഈ ഭൂമിയിൽ നിന്ന് വല്ലവരും വിട്ട്, ദൂതന്മാരെ വിട്ട് ഒരു സ്ക്രോൾ എടുപ്പിച്ചെങ്കിലേ കിട്ടത്തുള്ളൂ. അപ്പൊ ഭൂമിയിൽ ഇപ്പൊ നമുക്ക് ഏത് കടയിൽ ചെന്നാലും കടലാസ് മേടിക്കാമല്ലോ, അതുപോലെ അന്ന് അവൈലബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് ഭൂമി ദൂതം നിവർത്തിക്കുമ്പോൾ ഒരു സ്ക്രോളെ കിട്ടിയുള്ളൂ. അതിനകത്ത് പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും അങ്ങ് എഴുതിയെന്ന് മനസ്സിലായി. അതിനകത്ത് കിട്ടിയ സ്ക്രോള് അപ്പുറത്തും ഇപ്പുറത്തും എഴുതി മുദ്ര വെച്ചു. നോ, അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. അകത്തും പുറത്തും എഴുതപ്പെട്ട സ്ക്രോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് തിങ്സ് ദാറ്റ് ആർ ക്ലാൻഡസ്റ്റൈൻ and it has things that are what you call transparent. Clandestine and transparent. Clandestine എന്ന് പറഞ്ഞാൽ അകത്ത ഒളിച്ചിരിക്കുക, മറഞ്ഞിരിക്കുന്ന. പുറത്തുള്ളത് ട്രാൻസ്പെറന്റ്, കാണാവുന്നതാണ്. അപ്പൊ ഈ ഡീഡിന്റെ പ്രത്യേക ഡീഡ് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അല്ലേ? അത് ഭൂമിയുടെ അവകാശം, ഓണർഷിപ്പ് ഡീഡാണ്. അകത്തും പുറത്തും എഴുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ക്രോൾ ഇല്ലാത്തതുകൊണ്ട് കിട്ടിയ സ്ക്രോളിൽ മുഴുവൻ എഴുതി തീർത്തു എന്ന് ചിന്തിക്കരുത്. ഇനി അത് 7 മുദ്രകളാൽ മുദ്ര വെച്ചിരിക്കുക. അതെന്താണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇനി മുദ്ര എന്ന വീടിന്റെ അർത്ഥം പറയാൻ പോകണം കേട്ടോ. മുദ്ര എന്ന വീടിന്റെ അർത്ഥം പറയാൻ പോകാം. അപ്പം ഈ മുദ്ര, ഈ കുഞ്ഞാടിന്റെ, ഈ ഇരിക്കുന്ന ആളുടെ കയ്യിൽ നീ സ്ക്രോൾ മേടിക്കുവാൻ, അതിന്റെ മുദ്ര പൊട്ടിക്കുവാൻ യോഗ്യനായി. ആരെയും കാണാഞ്ഞതുകൊണ്ട് യോഹന്നാൻ കരഞ്ഞുപോയി. ഈ യോഹന്നാൻ ഇതിനകത്ത് കണ്ടപ്പോൾ കരഞ്ഞത്? യോഹന്നാൻ എന്തോ കാര്യത്തിനകത്ത് കണ്ടപ്പോൾ കരഞ്ഞത്? ദാറ്റ്സ് അനദർ ക്വസ്റ്റ്യൻ. യോഹന്നാൻ ഇത് കണ്ടപ്പോൾ എന്തിനാണ് കരഞ്ഞത്? യോഹന്നാൻ ഇത് കണ്ടപ്പോൾ കരഞ്ഞതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ നമ്മുടെ ജോഷി പാസ്റ്റർ റാന്നിയിലെ റബ്ബർ തോട്ടം വീടൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ മറന്നുപോയോ കേട്ടോ? അപ്പം ജോഷി പാസ്റ്റർ ആദ്യം ഗൾഫിൽ നിന്ന് കേട്ടോ, ഗൾഫിൽ നിന്നല്ല, നോർത്ത് ഇന്ത്യയിൽ നിന്ന് തൻ്റെ മോനെ അയച്ചടാ, മുന്നേ നീ അങ്ങോട്ട് ചെന്ന് നമ്മുടെ വസ്തുവൊക്കെ ഒന്ന് റെഡിയാക്കി വേലിയെല്ലാം കെട്ടി ഒന്ന് വൃത്തിയാക്കിയിട്ട് നമ്മളെല്ലാം കൂടി ഇവിടുന്ന് ട്രാൻസ്ഫർ അങ്ങോട്ട് വരിക എന്ന് പറഞ്ഞു. ഈ മോൻ അവിടെ ചെന്നപ്പോൾ എന്താ, ഇത് മുഴുവൻ മറ്റേ ബംഗാളികളും ബീഹാറികളും തമിഴിലും കൂടെ അടിച്ചു മാറ്റി പ്രമാണം വരെ തിരുത്തി. ചേടാ, എൻ്റെ അപ്പൻ്റെ വസ്തുവാ, ശ്രദ്ധിച്ചോണം, എൻ്റെ അപ്പൻ്റെ വസ്തുവാ. പോയല്ലോ. വില്ലേജ് ഓഫീസ് ചെന്നപ്പം ഒരാളുമില്ലൊരു സഹായത്തിന്. കാര്യം അവര് തമിഴിൽ നിന്ന് പൈസ മേടിച്ചുകൊണ്ട് ഒരാളുമില്ല, എല്ലാം മുങ്ങി. വില്ലേജ് ഓഫീസർ ആ ആഴ്ച ലീവാണ്. തഹസീൽദാര് ഹോളിഡേയ്സ് പോയിരിക്കുകയാണ്. ബാക്കിയുള്ള ഓഫീസർമാരെ കണ്ടിട്ട് അതിന് തിരക്കാം. ഒരാളും അനങ്ങുന്നില്ല. ഈ ചെറുക്കൻ അവിടുന്ന് കരയും, എൻ്റെ ദൈവമേ, ഒരു മനുഷ്യനുമില്ലല്ലോ സഹായിക്കാൻ. കാര്യം എൻ്റെ അപ്പൻ്റെ വസ്തുവാ. 10-18 ഏക്കർ റബ്ബർ തോട്ടവും ഒരു ചെറിയ 3 നില കെട്ടിടം വീടും. ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറിയൊരു 3 നില കെട്ടിടം വീടും ഒക്കെ അതിനകത്തുള്ളൂ. എന്നാലും നഷ്ടപ്പെട്ടു പോയല്ലോ. ഒരു മനുഷ്യനില്ലല്ലോ എന്നെ സഹായിക്കാൻ. എൻ്റെ വസ്തുവാണല്ലോ എന്നോർത്ത് കരയുന്ന ഒരു മകനെ നമുക്ക് ഇമാജിൻ ചെയ്യാമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് കരയുന്ന യോഹന്നാനെ നമുക്ക് ഇമാജിൻ ചെയ്യാം. കാരണം എന്താ, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തുള്ള അവകാശത്തിൽ ഒന്നാണ് ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം. അവിടെ എഴുതി വച്ചിരിക്കുന്ന ഒരാളുമില്ലല്ലോ സഹായിക്കാൻ എന്നോർത്ത് കരയുമ്പോൾ യോഹന്നാൻ കാര്യങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്ത് കൊടുക്കുന്ന ദൂതം എന്ന് പറഞ്ഞ് കരയണ്ട. കാരണം യഹൂദ ഗോത്രത്തിന്റെ സിംഹം, ദ ലയൺ ഓഫ് ദ ട്രൈബ് ഓഫ് ജൂദ ഉണ്ടോ, യഹൂദ ഗോത്രത്തിന്റെ സിംഹം, ദാവീദിന്റെ പേര്, പുസ്തകവും 7 മുദ്രയും പൊട്ടിക്കാൻ ജയം പ്രാപിച്ചിരിക്കുന്നു. ജോൺ വാസ് ഹാപ്പി, യോഹന്നാൻ വാസ് ഹാപ്പി. അപ്പൊ യോഹന്നാനും ദൂതനും കൂടെ പോവുക. എവിടെ പോവുക? ഈ ആളിനെ കാണാൻ. ആരെ കാണാൻ? യഹൂദ ഗോത്രത്തിന്റെ സിംഹത്തെ കാണാൻ പോവാ. സിംഹത്തെ കാണാൻ പോയി ചെന്നൊരു സിംഹത്തെ കാണിച്ചു കൊടുത്തു. സിംഹം ആരാ? ഒരു ആട്ടുംകുട്ടി അവിടെ നിൽക്കുന്നു. ശരിക്കും അങ്ങനെയല്ല വേർഡ്, ആട്ടുകൊറ്റൻ എന്ന് പറയണം. ആട്ടുകുട്ടി എന്ന് പറഞ്ഞാൽ ശരിയായ വേർഡല്ല. ആട്ടുകൊറ്റൻ അവിടെ നിൽക്കുന്നു. അറക്കപ്പെട്ട പോലെ നിൽക്കുന്ന ഒരു ആട്ടുകൊറ്റൻ.
അതെന്ത് ഇടപാടാ? നമ്മള് കൊച്ചു പിള്ളേർ കാഴ്ചമംഗളായി പോകണം, കുരങ്ങനെ കാണുന്നു കരയാ. കാഴ്ചമംഗളായി പോകണം, കരങ്ങനെ കാണുന്നു കരഞ്ഞ് 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 അവസാനം കാഴ്ചമംഗളായി കൊണ്ടുപോകാന്ന് പറഞ്ഞു. നമ്മുടെ ട്രിവാൻഡ്രത്തെ സൂ അവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ എന്തറിയാമോ, അവിടെ കുറച്ച് ചുമട്ട് തൊഴിലാളികൾ ഇതെടുത്തോണ്ട് പോവുകയാണ്, ചുമട് കൊണ്ടുപോവുക. പിള്ളേർ രണ്ടാമതാ കുരങ്ങനെന്ന് പറഞ്ഞാൽ എന്തോ ഒരു കഷ്ടമാണത്. പിള്ളേർ കുരങ്ങനെയല്ലേ കാണേണ്ടത്. ഇനി അത് കുരങ്ങനാണെന്ന് എനിക്ക് അറിയത്തില്ല, അങ്ങനെ നമുക്ക് പോകണ്ട. ഏതായാലും ഇവിടെ സിംഹത്തെ കാണിക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോവുക. എന്നിട്ട് ആരെയും കാണിക്കുന്നത്? അറുക്കപ്പെട്ട ആട്ടുകൊറ്റനെ കാണിക്കുന്നത്. ഇതെന്തോ മനുഷ്യനെ പൊട്ടന്മാരാക്കുന്ന പരിപാടിയാണോ? അല്ല. ദി ലയൺ ഈസ് ദ റാം അറ്റ് ദ സെയിം ടൈം. ഈ ആട്ടുകൊറ്റൻ ആരാണ്? സിംഹമാണ്. ഈ സിംഹവും ആട്ടുകൊറ്റനും ഒരാളാണ്. അപ്പോ അതിന്റെ വ്യത്യാസം ഇത്ര ദിവസത്തിലോണം. സിംഹം എന്ന് പറഞ്ഞാൽ ആക്രമണ മൃഗമാണ്, യഹൂദ ഗോത്രത്തിന്റെ സിംഹമാണ്, ശത്രുക്കളെ തകർത്ത് കളയുന്ന ആളാണ്. ഇനിയും അറുക്കപ്പെട്ട ആട്ടുകൊറ്റൻ എന്ന് പറയുന്നു നമ്മുടെ പാപം ചുമക്കുന്ന ആട്ടുകൊറ്റനാണ്. നമ്മുടെ പാപത്തിന് പകരം ബലിയാകുന്ന ആട്ടുകൊറ്റനും നമ്മുടെ ശത്രുവിനെ കീറിക്കളയുന്ന സിംഹവും ഒരാൾ തന്നെയാണ്. അപ്പം പ്രോബ്ലം നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിൽ നിൽക്കണം എന്നതാണ്. യു വാണ്ട് ടു സ്റ്റാൻഡ് ഓൺ ദ പ്ലാറ്റ്ഫോം ഓഫ് ദോസ് ഹു ആർ ബീങ് സേവ്ഡ് ഓർ ദോസ് ഹു ആർ എഗൻസ്റ്റ് ദ ക്രോസ്? ക്രൂശിന്റെ വിരോധിയായി ജീവിക്കണമോ, അതോ യേശുക്രിസ്തുവിന്റെ രക്ഷ അനുഭവിക്കുന്ന ഒരാളായി ജീവിക്കണം? നമ്മുടെ ചോദ്യം. കുഞ്ഞാറിനെ കണ്ടു. അപ്പം പുസ്തകം അതിന്റെ 7 മുദ്രയും പൊട്ടിപ്പാൻ തക്കൊണ്ട് യോഗ്യനായിരിക്കണം. അവിടെ സിംഹാസനത്തിനടുത്ത് 4 ജീവികൾ നിൽക്കുന്നു. 4 ജീവികൾ. ഒരു ജീവിക്ക് സിംഹത്തിന്റെ മുഖമാണ്, മറ്റൊന്ന് കാളയുടെ മുഖമാണ്, വേറൊന്ന് കഴുകന്റെ മുഖമാണ്. സിംഹം, കാള, കഴുകൻ, വേറൊന്ന് മനുഷ്യമുഖം. ഈ 4 മുഖങ്ങളുള്ള 4 ജീവികൾ അവിടെ നിൽക്കുന്നു. ബൈ ദ ബൈ, ഞാനൊന്ന് പോസ് ചെയ്തിട്ട് ഒരു കാര്യം നമ്മുടെ ഈ ടോപ്പിക്സിന് വിട്ട് വിൽസൺകോട്ടെ പാസ്റ്ററെ, എനിക്ക് പാസ്റ്ററോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. പറഞ്ഞോ പാസ്റ്ററെ. നമുക്ക് ഈ ടോപ്പിക്സ് സക്സസ്ഫുൾ ആയിട്ട് ആളുകൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ, സക്സസ്ഫുൾ ആയിട്ട് ആൾക്ക് മീൻസ് ഇനി ഒരു സംശയം ഉണ്ടാകാതെ, ഇനി ഒരു വെളിപ്പാട് പുസ്തകത്തിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാതെ യെസ് ഐ നോ ഇറ്റ് എന്നുള്ള കോൺഫിഡൻസ് വരണമെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ട് ബാക്കി 65 പുസ്തകങ്ങളും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് ദി കണക്ഷൻ ഓഫ് ദി ബുക്ക് ഓഫ് റെവലേഷൻ വിത്ത് അതർ ബുക്സ് ഇതിന്റെ ടോപ്പിക്സ് നമുക്ക് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ എല്ലാ അർത്ഥം അവിടെ കൊടുത്തിരിക്കുന്നത്, ഇവിടെ അല്ല. അപ്പൊ നമുക്ക് അധികം താമസിക്കാതെ ഞാനിപ്പോൾ എടുക്കുന്ന ഈ ടോപ്പിക്സ് തീർത്ത ശേഷം നമുക്ക് വെളിപ്പാട് പുസ്തകത്തിന്റെ യെഹെസ്കേൽ പ്രവചനമായിട്ടുള്ള ബന്ധം, ഈ വിഭജനം മുഴുവൻ യെഹെസ്കേൽ പ്രവചനത്തിലുണ്ട്. യെഹെസ്കേൽ പ്രവചനത്തിൽ അതിന്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നത്, ഇവിടെ അർത്ഥം പറഞ്ഞിട്ടുമില്ല. അപ്പൊ യെഹെസ്കേൽ മനസ്സിലാക്കാതെ നമ്മൾ നേരിട്ട് വെളിപ്പാട് വരുമ്പോൾ നമുക്കൊരു കുന്തം പിടിയെടുത്തില്ല. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇപ്പൊ എടുക്കുന്ന ടോപ്പിക്സ് ഉണ്ട്, ന്യായവിധി ടോപ്പിക്സ് കഴിഞ്ഞിട്ട് നമുക്ക് യെഹെസ്കേലിന്റെയും വെളിപ്പാടിന്റെയും ദി കണക്ഷൻ ബിറ്റ്വീൻ ദി പ്രോഫറ്റിക്കൽ ബുക്ക് ഓഫ് എസെക്കിയേൽ ആൻഡ് ബുക്ക് ഓഫ് റെവലേഷൻ ടോപ്പിക്സ് എടുക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. പാസ്റ്റർ അത് കോമൺ പബ്ലിക്കിന്റെ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ചോദിച്ചിട്ട് എല്ലാവർക്കും അത് അറിയണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. അതിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ എടുക്കുകയാണെന്ന് നമുക്ക് സോ ഡീപ്പ് റൂട്ടഡ് ഇൻ ദി ബുക്ക് ഓഫ് റെവലേഷനിൽ ഏത് അത് ഇന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, അർത്ഥം ഇന്നതാണെന്ന് മനസ്സിലാക്കി. ഇന്ന് തന്നെ നമ്മൾ ആ കണക്ഷനിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ടുഡേ ഇറ്റ്സെൽഫ് വി ആർ ഗോയിങ് ടു ദാറ്റ് കണക്ഷൻ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ 4 ജീവികളുടെ അർത്ഥം എന്താണെന്നുള്ളത് നമുക്ക് മുമ്പുള്ള പുസ്തകങ്ങൾ കാണാൻ കഴിയും. ബട്ട് ഞാനിവിടെ അതിന്റെ ഒരർത്ഥം എന്ന് പറഞ്ഞേക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ 4 കോർണേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു ഈ 4 ജീവികളും. രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് ഈ ക്രിയേഷൻ വേൾഡ് ഉണ്ടല്ലോ, ക്രിയേഷൻ വേൾഡ് ജീവജാലങ്ങളുടെ 4 ഭാഗങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നു. മൂന്നാമത്തെ അർത്ഥം 4 സുവിശേഷങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നു. നാലാമത്തെ അർത്ഥം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അതെങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ ഇന്ന് ഞാൻ ഈ ടോപ്പിക്സ് കയറത്തില്ല. പക്ഷേ നമുക്ക് ഈ
പഴയ പുസ്തകങ്ങളിലേക്ക് പോകുന്നുണ്ട്. എഹെസ്കേൽ, ദാനിയേൽ തുടങ്ങിയ പുസ്തകങ്ങളിൽ പോകുമ്പോൾ നമുക്ക് വളരെ പ്രൊഫൗണ്ട് ആയിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും. ഓക്കെ, നൗ വി ആർ കമ്മിങ് ബാക്ക് ടു വെയർ ഐ സ്റ്റോപ്ഡ്. അപ്പം പുസ്തകം അതിൻ്റെ 7 മുദ്രയും പൊട്ടിക്കാൻ ജയം പ്രാപിച്ചിരിക്കുന്നു. ഇനിയും നമ്മൾ 6-ാം അധ്യായത്തിൽ വരിക. ഒന്നാമത്തെ കാര്യം, എന്താണ് മുദ്ര? എന്താണ് മുദ്ര എന്നുള്ളത് അത് പൊട്ടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കിയിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. വാട്ട് ഡസ് ദ വേർഡ് സീൽ മീൻസ്? അവിടെ മുദ്ര എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? മുദ്ര എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അത് പൊട്ടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കിയാണ്. ആ പൊട്ടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് പൊട്ടിക്കുമ്പോൾ വലിയ ന്യായവിധിക്കുള്ള കോൾ വരികയാണ്. ഗ്രേറ്റ് കോൾ ഫോർ എ മാസീവ് ജഡ്ജ്മെന്റ്. ഒരു മാസീവ് ജഡ്ജ്മെന്റിനുള്ള ആഹ്വാനം വരികയാണ്. അങ്ങനെയാണെങ്കിൽ സീൽ എന്ന വേർഡിന്റെ അർത്ഥം ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ന്യായവിധി എന്നാണ്. സീൽ എന്ന വേർഡിന്റെ അർത്ഥം ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ന്യായവിധി എന്നാണ്. ഇനി നമുക്ക് ടോപ്പിക്സിലേക്ക് ശ്രദ്ധിച്ചു വരാം. Now let us come to നമുക്ക് 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ 19-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം വരെയാണ് ഈ ജഡ്ജ്മെന്റിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഭൂമിയുടെ ന്യായവിധി എന്ന് പറയുന്നത് ഞാൻ ന്യായവിധിക്കുന്നവരാരെല്ലാമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഈ ന്യായവിധിയെ പറ്റി ദീർഘമായിട്ട് പറഞ്ഞിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ 19-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം വരെയാണ്. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ് ടു റിമെമ്പർ. ഇനി ന്യായവിധി എന്ന് പറയുന്നത് 3 ഘട്ടങ്ങളിലായിട്ട് നടക്കുന്നതാണ്. 3 ഘട്ടങ്ങളായിട്ടാണ്. അത് പ്രോഗ്രസീവ് ജഡ്ജ്മെന്റ് ആണ്. പ്രോഗ്രസീവ് ജഡ്ജ്മെന്റ്. എന്താ പ്രോഗ്രസീവ് ജഡ്ജ്മെന്റ്? പ്രോഗ്രസീവ് ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കള്ളനെ ആദ്യം പിടിച്ചപ്പം അവന് ചൂരക്കമ്പുകൊണ്ട് 2 അടി കൊടുത്തിട്ട് ഓടിച്ചു വിട്ടു. എടാ മേല തേങ്ങ കൂട്ടിക്കതെന്ന് പറയും. അത് കഴിഞ്ഞപ്പം അവൻ തേങ്ങ മാത്രമല്ല അതിനപ്പുറത്ത് നിന്ന് ചക്കയും കൊണ്ട് കൂട്ടിച്ചു. 2ാമത് പിടിച്ചപ്പം ചൂരക്കമ്പുകൊണ്ട് ലാത്തി കൊണ്ട് അവന് കീറി കിട്ടിയത്. എടാ ഇത് ചേരുന്നു പറഞ്ഞു. അതും മേടിച്ചുകൊണ്ട് അവൻ നേരെ പോയി പറയുമ്പോൾ വീട് തുറന്ന് അതിനകത്തിരുന്ന് മാലം കൂട്ടിച്ചുകൊണ്ട് പോയി. അപ്പൊ കിട്ടി അവന് കുനിച്ചീർത്ത് നല്ല കീറും, പിന്നെ കെട്ടിത്തൂക്കുള്ള അടിയും കിട്ടി. അവിടുന്ന് അവനെ ഇറക്കി വിട്ടപ്പം അവനെന്തറിയാമോ? വീട്ടിലെ പെങ്കൊച്ചിനെ കുത്തിക്കൊന്നു. അത് കഴിഞ്ഞപ്പോൾ എന്തെന്നറിയാമോ? അവനെ തൂക്ക് കൊല്ലാൻ വിധിച്ചു. അപ്പൊ കണ്ടോ, തെറ്റുകളുടെ അനുസരിച്ച ഇത് ന്യായവിധി ഉയർന്നു വരികയാണ്. ഇവിടെ 3 പ്രോഗ്രസീവ് സ്റ്റേജസ് ഉണ്ട് ന്യായവിധിക്ക്. 1ാമത്തെ പ്രോഗ്രസീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞാട് മുദ്ര പൊട്ടിക്കുന്നതാണ്. കുഞ്ഞാട് മുദ്ര പൊട്ടിക്കുന്നതാണ്. മുദ്ര പൊട്ടിക്കുമ്പോൾ ഓരോ മുദ്ര പൊട്ടിക്കുമ്പോഴും ഭൂമിയിൽ കഠിനമായ ന്യായവിധി ഉണ്ടാകുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം, മറക്കരുത്. ഇങ്ങനെ ആരെങ്കിലും നിങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് വിരോധം തോന്നരുത്, എന്നോട് ദേഷ്യവും തോന്നരുത്. ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയുന്നു, അവർക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അങ്ങനെ എടുത്തോണം കേട്ടോണേ. നമ്മൾ വിചാരിക്കുന്ന 7 മുദ്രകൾ, 7 കാഹളങ്ങൾ, 7 ക്രോധകലശങ്ങൾ. പ്രോഗ്രസ് കേട്ടല്ലോ. 7 മുദ്രകൾ, പിന്നെ 7 കാഹളങ്ങൾ, അത് കഴിഞ്ഞ് 7 ക്രോധകലശങ്ങൾ. ഇത്രയും വരുമ്പോഴേക്കും 7 വർഷം തീർന്നു കഴിയും. 7 വർഷം കൊണ്ട് ഇത്രയും സംഭവിക്കും. അതിലിനി ഞാൻ പറയാൻ പോകുന്നത് ഒരു പക്ഷെ ഞാൻ മാത്രമേ പറഞ്ഞ് നിങ്ങൾ കേട്ടുള്ളായിരിക്കും. അവരാരും പറഞ്ഞിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ നിങ്ങൾ കേട്ടുണ്ടായിരിക്കത്തില്ല. എങ്ങനെയോ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ അകത്തൊരു ധാരണ വരുന്നത് 7 മുദ്ര പൊട്ടിച്ചു, അത് കഴിഞ്ഞ് 7 കാഹളം ഊതി, അത് കഴിഞ്ഞ് 7 ക്രോധകലശങ്ങൾ ഒഴിച്ചു. അതല്ല അതിൻ്റെ ക്രോണലോജിക്കൽ ഓർഡർ. അതല്ല അതിൻ്റെ ക്രോണലോജിക്കൽ ഓർഡർ. പിന്നെ ക്രോണലോജിക്കൽ ഓർഡർ എന്തോ ശ്രദ്ധിച്ചോണം. 6 മുദ്ര പൊട്ടിച്ചു, 7ാമത്തത് പൊട്ടിക്കാതെ ബാക്കി വെച്ചു. പക്ഷെ ഇവിടെ പറയുമ്പം 7 മുദ്രയും പൊട്ടിച്ച കാര്യമേ പറയത്തുള്ളൂ. ശ്രദ്ധിച്ചോണം, 6 മുദ്ര പൊട്ടിച്ചിട്ട് 7ാമത്തെ മുദ്ര പൊട്ടിക്കാതെ ബാക്കി വെച്ചു. അത് കഴിഞ്ഞ് ഇത് വരികയാണ്. കാഹളം
ക്രോധ കാഹളമാണ്. 6 കാഹളങ്ങൾ ഊതി 7ാമത്തെ കാഹളം ഊതാതെ മാറ്റിവെച്ചു. അടുത്തത് 7 ക്രോധകലശങ്ങളിൽ 6 എണ്ണം ഒഴിച്ചു, 7ാമത്തെ ഒഴിക്കാതെ ബാക്കി വെക്കുക. ഇനി ക്രോധത്തിന്റെ ലാസ്റ്റ് മൊമെന്റ്, ട്രിബുലേഷന്റെ ലാസ്റ്റ് മൊമെന്റ് വന്നപ്പം ഈ 7ാമത്തെ മുദ്രയും 7ാമത്തെ കാഹളവും 7ാമത്തെ ക്രോധകലശവും ഒരുമിച്ച് വന്നു. പ്ലീസ് ലിസൺ ടു മീ വൺസ് അഗൈൻ. ലാസ്റ്റ് മൊമെന്റ്, ക്രോധത്തിന്റെ അവസാനത്തെ മൊമെന്റ് വന്നപ്പം എന്തൊക്കെ ഒരുമിച്ച് വന്നു? 7ാമത്തെ മുദ്രയും 7ാമത്തെ കാഹളവും 7ാമത്തെ ക്രോധകലശവും ഒരുമിച്ച് ഒഴിച്ചു. അതാണ് ദി കംപ്ലീഷൻ ഓഫ് ദ റോത്ത് എന്ന് പറയുന്നത്. ക്രോധത്തിന്റെ ലാസ്റ്റ് ആണത്. ഭൂമിയുടെ ജഡ്ജ്മെന്റ് ലാസ്റ്റ് ഫേസ് ആണ്. ഇങ്ങനെ അതിൻ്റെ ആ ക്രോണോളജിക്കൽ ഓർഡർ നിങ്ങളൊന്ന് തിരിച്ച് മനസ്സിലാക്കണം. അത് തിരിച്ച് മനസ്സിലാക്കിയെങ്കിലേ പറ്റത്തുള്ളൂ. ആൻഡ് ദ നെക്സ്റ്റ് തിങ്, നമ്മൾ ഓൾറെഡി പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, ഇതെപ്പോൾ നടക്കേണ്ടതാണ്. ഇനി പറയാൻ പോകുന്ന 6ാം അധ്യായം മുതൽ പറയുന്ന കാര്യങ്ങൾ എപ്പോൾ നടക്കേണ്ടതാണ്. ഇറ്റ് ക്യാൻ ഹാപ്പൻ ഓൺലി വെൻ ദ ചർച്ച് ഈസ് ടേക്കൻ ഇൻ റാപ്ചർ ഫ്രം ദി എർത്ത്. ഭൂമിയിൽ നിന്ന് ചേർച്ച് ഉൽപ്രാവണം ചെയ്ത ശേഷം മാത്രമേ അത് പറ്റത്തുള്ളൂ. ഞാൻ ഏറ്റവും നല്ല ഉദാഹരണം പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ പറ്റിയാണ്. യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പാകിസ്ഥാനിൽ കിടക്കുന്ന എല്ലാ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരെയും തിരിച്ചിവിടെ കൊണ്ടുവന്നു. ഒരെണ്ണം അവിടെ ബാക്കിയില്ലെന്ന് ഉറപ്പാക്കി. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ കിടക്കുന്ന സകല പാകിസ്ഥാനികളും പൊക്കോളം പറഞ്ഞു. കാരണം ഇവിടെ യുദ്ധം ആരംഭിച്ചാൽ നിങ്ങൾക്കിവിടെ യാതൊരു പ്രൊട്ടക്ഷനും കിട്ടത്തില്ല, സിറ്റിസൺ റൈറ്റ് ഒന്നും കിട്ടത്തില്ല, പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയാനൊക്കത്തില്ല, കോടതി കേസ് കൊടുക്കാനൊക്കത്തില്ല, ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുക്കാനൊക്കത്തില്ല, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഒരു ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം നിങ്ങൾ ശത്രുവാണ് ഇവിടെ, പൊയ്ക്കോണം. രണ്ടും രണ്ടായിട്ട് മാറി കഴിഞ്ഞിട്ട് അടി തുടങ്ങത്തുള്ളൂ. അപ്പം ദൈവമക്കൾ ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം ഈ കാര്യം സംഭവിക്കാൻ പോകുന്നില്ല. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ഈ പാരലലിസം ആൻഡ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് സാത്താൻ എല്ലാ കാലത്തും ദൈവമക്കളെ ചതിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ്. പാരലലിസം ആൻഡ് കോൺട്രാസ്റ്റ്. പാരലലിസം ആൻഡ് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നോ അതിന് തത്തുല്യമായ, അതാ പാരലിസം, മറ്റൊന്ന് സാത്താൻ കൊണ്ടുവരുമെന്ന് പറയും. അതാണ് ഇതെന്ന് പറയും. നമ്മുടെ മലയാള വ്യാകരണ അധ്യാപകന്റെ ഭാഷയെ പറഞ്ഞാൽ അതുതാൻ അല്ലയോ ഇതെന്ന് വർണ്ണ്യത്തിൽ ആശങ്ക. കേട്ടോ ഷാജി പാസ്, നമ്മൾ 8ാം ക്ലാസ് പഠിച്ച് ഓർക്കുന്നുണ്ടോ? അതുതാൻ അല്ലയോ ഇതെന്ന് വർണ്ണ്യത്തിൽ ആശങ്ക. കാണുമ്പോൾ നമുക്ക് തോന്നും അത് തന്നെയല്ലയോ ഇതെന്ന്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മശിയായി വരാറായപ്പോഴേക്ക് ഞാനാണ് മശിയ എന്ന് പറഞ്ഞ് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചുകൊണ്ട് ഒരുപാട് കക്ഷികൾ പ്രത്യക്ഷപ്പെട്ടു. കുറെ പേരെന്തറിയാമോ? അവന്റെ വീട്ടിൽ പോലെ കുറേ ആൾക്കാർ യഹൂദന്മാരെ വിളിച്ചുകൊണ്ട് മിസ്രൈമിൽ പോയി. എന്തിന്? അവിടുന്ന് വലിയൊരു പടക്കോപ്പുണ്ടാക്കി മശിയായിട്ട് വന്ന് റോമൻ ഭരണത്തെ ആക്രമിച്ച് കീഴടക്കിയിട്ട് മശിയ വാഴാൻ പോണ്, നിന്നെ എല്ലാം മന്ത്രി MLA MP ഒക്കെ ആക്കാന്ന് പറഞ്ഞപ്പം കുറെ എണ്ണം എന്ത് ചെയ്തു? കൂടെ പോയി. ഇപ്പോഴും നമുക്കറിയാമല്ലോ, എന്നെ കൂടെ MP ആക്കാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാർട്ടിയിൽ വരാമെന്ന് പറഞ്ഞ ഒരുപാട് കക്ഷികൾ നമുക്ക് ഇന്ത്യയിലില്ലേ. ഇന്ത്യ മാത്രമല്ല, മിക്കവാറും എല്ലായിടത്തും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കർത്താവ് മശിഹായിട്ട് ബേത്ലഹേമിൽ ജനിക്കുന്നതിന് മുമ്പേ ഒരുപാട് മശിഹാമാർ വന്നു. എന്തിന്? ലോകത്തെ കൺഫ്യൂസ് ചെയ്യാൻ. ഇതുപോലെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ രണ്ടാം വരവിന് മുൻപും 2ാം വരവിന് ശേഷം സംഭവിക്കേണ്ട കാര്യങ്ങൾ ദാ ഇപ്പോൾ സംഭവിക്കുന്നു, ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ശ്രേഷ്ഠന്മാരായ വേദാധ്യാപകരും പ്രവചന വ്യാഖ്യാതാക്കളുമെന്നും സ്വയം പ്രഖ്യാപിച്ച് നെറ്റിയിൽ എഴുതി വെച്ചിട്ടുള്ള ഒരുപാട് പേര് അവര് ജനത്തെ വഞ്ചിക്കുക. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിക്കോളും, ഇതെപ്പോൾ സംഭവിക്കേണ്ടതാണ്? കർത്താവിന്റെ വരവിന് ശേഷം. പക്ഷെങ്കിൽ 7 മുദ്ര പൊട്ടിക്കേണ്ടതും എപ്പോഴാണ്? കർത്താവിന്റെ വരവിന് ശേഷം. പക്ഷെ പല പ്രഭുക്കന്മാരും പറഞ്ഞ് 3ാമത്തെ മുദ്ര
മിനിഞ്ഞാന്ന് പൊട്ടിച്ചു. മറ്റേ പുള്ളി പറഞ്ഞു 4ാമത്തെ മുദ്ര അതും പൊട്ടിക്കഴിഞ്ഞു. അടുത്ത പുള്ളി പറഞ്ഞു 6ാമത്തെ മുദ്ര പൊട്ടിക്കാൻ പോകും. ഇപ്പൊ പൊട്ടിക്കും. ഇതിന്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഈ ആണി ഇളകിയതാണ്. ഒറ്റ പൊട്ടീര് കൊടുക്കാമെങ്കിൽ ആണി അങ്ങ് ഉറയ്ക്കും. അത് ശരിയായൊരു പൊട്ടീര കേട്ടോ ഷാജി പാസ്റ്ററെ. ഒറ്റ പൊട്ടിക്ക കറക്റ്റ് കൊടുക്കാമെങ്കിൽ ഈ ആണി അങ്ങ് ഉറയ്ക്കും. പിന്നെ ഇവരെ ഒരു മുദ്ര പൊട്ടിക്കത്തില്ല. ഇപ്പൊ മുദ്ര പൊട്ടിക്കിന്റെ ആരുടെ ചുമതലയാ? കുഞ്ഞാടിന്റെ ചുമതലയാ. മനസ്സിലായോ? കുഞ്ഞാടിന്റെ ചുമതലയാ. അത് ഇവിടെ ഈ പുള്ളിക്കാരന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അപ്പൊ ഇനി നമുക്ക് കറക്റ്റ് നമ്മൾ മഹോപദ്രവത്തിലേക്ക് കയറാൻ പോവാണ്. മഹോപദ്രവത്തിലേക്ക് കയറാൻ പോകുമ്പം ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് the first thing that we are going to look at, നോക്കിയേ, വേഴ്സസ് നമ്പർ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ അങ്ങോട്ട് വായിക്കാൻ പോവാം. ഞാനിപ്പം വായിച്ച് കേൾപ്പിച്ചതിലേക്ക് വരാൻ പോകും. നോക്കണേ, കുഞ്ഞാട് മുദ്രകളിൽ 1 പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികൾ 1 ഇടിമുഴക്കം പോലെ പറഞ്ഞ് ഞാൻ കേട്ടു. അപ്പോൾ ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നതിൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവനൊരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നതിനായി ജയിപ്പാനായും പുറപ്പെട്ടു. ഇനി നമ്മള് അഗനി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ദ ട്രവൈൽ ഓഫ് സ്റ്റഡിങ് ദ ബുക്ക് ഓഫ് റെവലേഷൻ എന്ന് പറയും. വെളിപ്പാട് പുസ്തകം പഠിക്കുന്നതിൽ ട്രവൈൽ ഉണ്ടല്ലോ. ഈ ട്രവൈൽ എന്ന് പറഞ്ഞാൽ പ്രസവവേദന എന്നാണ്, ലേബർ പെയിൻ എന്നാണ്. ഉണ്ടോ? ഇത് മനസ്സിലാകുന്നവരേ ഈ വേദന തീരത്തില്ല. അതിനകത്ത് നമ്മൾ കയറാൻ പോവാം. എന്താ ചെയ്യുന്നത്? 1, വാക്കുകൾ ഓരോന്നും ശ്രദ്ധിച്ചു നോക്കണം. വാക്കുകളുടെ ഇടയിൽ കൂടെ പോകണം. ഇനി കോമ ശ്രദ്ധിക്കണം. കോമ, കാരണം ഈ കോമ വലിയ ഡിഫറൻസ് ഉണ്ടാക്കുന്ന കോമകളുണ്ട് അവിടെ കേട്ടോ. സെന്റൻസ് സ്ട്രക്ചർ മുഴുവൻ ശ്രദ്ധിക്കണം. ഇത്രയും ശ്രദ്ധിച്ചു നോക്കിയില്ലെങ്കിൽ മനസ്സിലാകാൻ കഴിയാത്ത ഒരു സാധനമില്ല. From its beginning, with the opening of the first seal, through the 7 seals, trumpets and bowls judgment. അപ്പോൾ 1ാമത്തെ മുദ്ര പൊട്ടിക്കുന്നത് മുതൽ ലാസ്റ്റ് വരെ നമ്മൾ കാണുന്നത് 1 മുദ്രകൾ, അടുത്തത് ട്രംപറ്റ് അല്ലെങ്കിൽ കാഹളം, അടുത്തത് ക്രോധകലശങ്ങൾ. To the return of Christ to destroy the ungodly. 19-ാം അധ്യായത്തിന്റെ 11 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ഭക്തികെട്ട സകലരെയും ന്യായം വിധിക്കുന്നതിന്, ഭക്തികെട്ട ലോകത്തെ ന്യായം വിധിക്കുന്നതിന് ദൈവകുഞ്ഞാട് ഇറങ്ങി വരുന്നു. ഇതാണ് ആദ്യത്തെ പ്രവചനമെന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആരാ ഇത് പ്രവചിച്ചത്? ഇതാ കർത്താവ് 1000 ദൂതന്മാരുമായി ഭക്തികെട്ട ലോകത്തെ ന്യായം വിധിക്കാൻ ഇറങ്ങി വരുന്നതെന്ന് ആദ്യം പ്രവചിച്ച ആള് ഹാനോക്കാണ്. ഹാനോക്ക് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ ഒരു ക്ലാസ് ഞാൻ പറഞ്ഞാണ്. എവിടെ? യൂദായുടെ ലേഖനത്തിൽ. യൂദ അവിടുന്ന് കോട്ട് ചെയ്തിരിക്കുകയാണ്. ഇൻവേർട്ട് കോമയിലാണ്. യൂദ എന്തോ കോട്ട് ചെയ്യാൻ കാരണം എന്താണ്? കാരണം ഇത് പറഞ്ഞിരിക്കുന്നത് ജെറുസലേം തൽമൂദിലാണ്. യെരുശലേം തൽമൂദിൽ പറഞ്ഞിരിക്കുന്ന ഈ പ്രവചനം, ഏത് പ്രവചനം? യെരുശലേം തൽമൂദിൽ പറഞ്ഞിരിക്കുന്ന ഹാനോക്കിന്റെ പ്രവചനം യൂദ കോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇൻവേർട്ട് കോമയിൽ വന്നിരിക്കുന്നത്. ആ പ്രവചനത്തിന്റെ നിവർത്തീകരണം വരെ കേട്ടല്ലോ. ഏത്? കർത്താവിന്റെ ഇതാ ഞാൻ കള്ളനെ പോലെ വരുന്നു എന്നുള്ള അതേതാണ്? അത് നമ്മുടെ റാപ്ചറാണ്. അതുമുതൽ ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു എന്നുള്ള ഇദ്ദേഹത്തിന്റെ ഹാനോക്കിന്റെ പ്രവചനം വരെ നിവൃത്തിയാകുന്ന കാലഘട്ടമാണ് നമ്മൾ ഈ പറഞ്ഞത്. Then Revelation chapter 6 begins with the seals. മുദ്രകളെ കൊണ്ട് തുടങ്ങുകയാണ്. That represents the beginning of Christ's judgment of unbelievers on the earth during the tribulation period. During the tribulation periodil അൺബിലീവേഴ്സിനെ നമുക്ക് അങ്ങനെ എടുക്കാം. കർത്താവിനെ അംഗീകരിക്കാവുന്നവരെ ന്യായം വിധിക്കുന്നതിന് വേണ്ടി തുടങ്ങുന്ന 1ാമത്തെ സംഗതിയാണ് മുദ്ര പൊട്ടിക്കുന്നത്. There is a close similarity between these judgments and the events predicted by Christ in Matthew 24:4-31. നിങ്ങൾ ശ്രദ്ധിച്ചോണം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം
4 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. അത്രയും നമുക്കിപ്പം വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ എൻ്റെ ക്ലാസ് കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് വായിച്ചാൽ മതി. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 31 വരെ പറഞ്ഞ വാക്യങ്ങൾ ഫുൾഫിൽ ആകേണ്ടത് ഈ പറഞ്ഞ കാലഘട്ടത്തിൽ. ഏത് കാലഘട്ടത്തിൽ? കർത്താവിൻ്റെ രഹസ്യവരവ് മുതൽ കർത്താവിൻ്റെ പരസ്യവരവ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ പ്രവചനങ്ങൾ ഫുൾഫിൽഡ് ആകേണ്ടത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് then verse 6 and I saw when the Lamb opened one of the seals, കുഞ്ഞാട് മുദ്രകൾ ഒന്ന് പൊട്ടിച്ചപ്പോൾ ഞാൻ കണ്ടത്, and I heard as it were the noise of thunder, വലിയ ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തിൽ. എന്തുവാ വലിയ ഇടിമുഴക്കത്തിന്റെ ശബ്ദം കാണിക്കുന്നത്? വലിയ ഇടിമുഴക്കത്തിന്റെ ശബ്ദം ഇത്രയേ ഉള്ളൂ കേട്ടോ. നോക്കിക്കോണേ, ന്യായവിധി പ്രഖ്യാപിക്കുക. നിങ്ങൾ ആരെങ്കിലും കോർട്ട് സെഷൻസ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ കഴിയും. ഈ ജഡ്ജ്മെന്റ് പറയുന്നുണ്ടല്ലോ, ജഡ്ജ്മെന്റ് അവസാനം ഇവനെ തൂക്കിക്കൊള്ളണമെന്ന് പറയുന്നത്. അതുകൊണ്ട് അവനെ തൂക്കിക്കൊല്ലുന്ന നല്ലത്. അതുകൊണ്ട് അവനെ തൂക്കിക്കൊല്ലുന്ന ഉപദ്രവിക്കുന്ന പുള്ളി അങ്ങ് തൂക്കിക്കൊന്നാൽ മതി. അങ്ങനല്ല ജഡ്ജ്മെന്റ് പറയുന്നത്. ജഡ്ജ്മെന്റ് പറയുന്ന ജഡ്ജിന്റെ മുഖത്തൊരു ഗൗരവമുണ്ട്. ആ ഭാഷയ്ക്കൊരു ശക്തിയുണ്ട്. അതിന്റെ ടോൺ അദ്ദേഹത്തിന്റെ ഹയസ്റ്റ് അവർ പോസിബിൾ ടോണാണ്. And now I pronounce capital judgment on you. എന്നാ പിന്നെ തൂക്കിക്കൊല്ലാം കേട്ടോ. എന്നാ പിന്നെ നമുക്ക് തൂക്കിക്കൊല്ലാം. അങ്ങനല്ല ഇവിടെ. അപ്പൊ ആ കോർട്ട് റൂമിൽ മുഴുവൻ കേട്ടാച്ചാൽ മതി അത്. പക്ഷെ ഇവിടെ ആര് കേൾക്കണം? The whole world, the entire world should hear. അതിനാണ് ഇടിമുഴക്കം പോലെ ശബ്ദം കാഹളനാദത്തിന്റെ ഒത്തത്തിൽ സംസാരിക്കുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം, ഇത് സ്വർഗത്തിൽ വെച്ച് ഈ വലിയ കാഹളനാദത്തിന്റെ ശബ്ദം പുറപ്പെടുവിക്കുന്നത് ഇത് എവിടെ കേൾക്കും? അടുത്ത ചോദ്യം, ഇത് എവിടെ കേൾക്കും? ഇത് ഇവിടെ കേൾക്കും. ഭൂമിയിലിരിക്കുന്നത് വല്ലതും മനസ്സിലാകുമോ? മനസ്സിലാകത്തില്ല. എന്തോ ഒരു ശബ്ദമുണ്ടായി. ഭൂമി കിടക്കുന്ന പാവിൾ, we heard a massive voice. What is it? We don't know. ആ ശബ്ദം കേൾക്കുമ്പോഴേ പരിഭ്രമം ഉണ്ടാകുക. എന്തുവാന്നൊരു പിടിയുമില്ല. ശ്രദ്ധിച്ചോണം, ഭൂമിയിലെ ആളുകൾ ശബ്ദം കേട്ട് കഴിഞ്ഞ് ഭയങ്കര ശബ്ദമാ, എന്താന്നൊരു പിടിയില്ല. അപ്പോ one of the four beasts saying, ഈ ഞാൻ പറഞ്ഞ 4 ജീവികൾ ഒരാൾ പറഞ്ഞു, come and see, വന്ന് കാണുക. The lamb here is Jesus Christ. ഇവിടെ കുഞ്ഞാട് ദൈവമാണ്. The only one worthy to open the seals. താൻ മാത്രമേ മുദ്ര പൊട്ടിക്കാൻ യോഗ്യനുള്ളൂ. This noise as thunder indicates God revealing something to his people. നോക്കി, ദൈവം വലിയ കാര്യങ്ങൾ റിവീൽ ചെയ്യുമ്പോഴാണ്. Many times throughout the Bible, God's voice has been mistaken for thunder. പലപ്പോഴും ഒരു പ്രോബ്ലം എന്നറിയാമോ? ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തിൽ ദൈവം സംസാരിക്കുന്നതുകൊണ്ട് പലപ്പോഴും ബൈബിളില് ഇടി മുഴങ്ങുന്നതെല്ലാം ദൈവം എന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, പരിശുദ്ധാത്മാവ് തീ പോലെ സഹീവന്മാരിൽ ഇറങ്ങി. അതിൻ്റെ അർത്ഥം തീ കത്തുന്നതെല്ലാം പരിശുദ്ധാത്മാവാണെന്നാണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ചായക്ക് വെള്ളം വെക്കുമ്പോൾ തീയില്ലയോ? പരിശുദ്ധാത്മാവാണോ ചായ തിളപ്പിച്ചത്? ആണോ? അവിടെ തീയല്ലയോ? ആലോചിക്കുക. പരിശുദ്ധാത്മാവ് വലിയ കാറ്റ് പോലെ അടിച്ചു. അപ്പൊ കാറ്റെല്ലാം പരിശുദ്ധാത്മാവാണോ? നമ്മുടെ ഫാനിൽ നിന്ന് കാറ്റടിക്കുന്ന പരിശുദ്ധാത്മാവാണോ അത്? അല്ലല്ലോ. ഇനി പരിശുദ്ധാത്മാവിന് വെള്ളത്തോട് ഉപമിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പമ്പാതിലെ വെള്ളമില്ല, പരിശുദ്ധാത്മാവാണ്. കൊള്ളാം, നല്ല കാര്യമാണ്. അപ്പൊ ശ്രദ്ധിച്ചോണേ, ഈ ഇടിമുഴക്കം മുഴുവനും ദൈവശബ്ദമാണെന്ന് ചിലരെങ്കിൽ തെറ്റിദ്ധരിച്ചു പോകും. വലിയ പ്രോബ്ലം ഉണ്ടായത് കേട്ടോ. ഞാൻ ബൈബിളിൽ തന്നെ ഒരു ഉദാഹരണം പറയാമേ. ഒരു ദൈവദാസൻ പേടിച്ചോടിച്ചെന്ന് ഒരു ചൂരച്ചാലിൽ കീഴ് കിടന്ന് ഉറങ്ങി. ദൈവം ഇദ്ദേഹത്തെ വിളിച്ചുണർത്തി, അപ്പവും കൊടുത്തു, വെള്ളവും കൊടുത്തു. നിനക്ക് വലിയ വേലയൊക്കെ ചെയ്യേണ്ടത് പറഞ്ഞു. പിന്നെ കൊടുത്തു. പുള്ളി അവിടെ നിന്ന് ഒറ്റ ഓർഡർ ചെയ്തിട്ട് 40 രാവും 40 വരും പോയിട്ട്, എന്തെന്നറിയാമോ, ഈ
ഒരു ഗുഹയ്ക്കകത്ത് കയറി ഒളിച്ചിരുന്നു. പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടായി. ഒരു വലിയ കാറ്റടിച്ചു. ഇദ്ദേഹം ഈ ഷോളൊക്കെ തലകൊണ്ട് മൂടി ഈ ഗുഹയ്ക്ക് പുറത്ത് വരുമ്പോൾ ഇടിയും മിന്നലും ഭൂകമ്പവും നാദവും എല്ലാം കഴിഞ്ഞപ്പം ശ്രദ്ധിച്ചാണ് എ സ്വീറ്റ് സൈലന്റ് വോയിസ്, ഒരു മൃദുവായ സ്വരം ചോദിച്ചു, മാ ലക എലിയാഹു, ഞാനാണ് നിന്റെ വലിയവനെന്ന് പറഞ്ഞു നടന്ന എൻ്റെ ദാസനെ, ഇതിനകത്ത് നിനക്ക് എന്താ കാര്യം? അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. ഏലിയാവെ, നിനക്ക് ഇവിടെ എന്ത് കാര്യമെന്നല്ല ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. ഞാനാണ് നിന്റെ വലിയവനെന്ന്, നിന്റെ ജീവിതത്തിൽ ഞാനാണ് ഏറ്റവും വലിയവനെന്ന് പ്രശംസിച്ച് നടന്ന എൻ്റെ ദാസനെ, ഈ ഗുഹയ്ക്കകത്ത് നിനക്ക് എന്താ കാര്യം? ആ ശബ്ദം എങ്ങനെയാ സംസാരിച്ചത്? ദ സ്വീറ്റ് സൈലന്റ് വോയിസ്, ദ സ്വീറ്റ് സൈലന്റ്, ഒരു മൃദുവായ ശബ്ദം ചോദിക്കുക. ആ ഡിഫറൻസ് ഒക്കെ മനസ്സിലായോ? തൻ്റെ മക്കളോട് സംസാരിക്കുന്ന ഹൃദയത്തിൻ്റെ ഭാഷ, മൃദുല സ്വരം, ഹാർട്ട് ടു ഹാർട്ട് ചെവിയിൽ മന്ത്രിക്കുക തൻ്റെ മക്കളോട്. അതേ ദൈവം ലോകത്തോട് സംസാരിക്കുമ്പോൾ ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തിലാണ് സംസാരിക്കുന്നത്. ഈ രണ്ട് ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം പലപ്പോഴും നമ്മൾ തെറ്റിക്കരുത്. ഹിയർ വൺ ഓഫ് ദ 4 beasts of 4 living beings is come and see. അപ്പം ഈ മൃഗങ്ങളുടെ ഒരുത്തൻ, ജീവികളുടെ ഒരുത്തൻ എന്ന് പറഞ്ഞു വന്ന് കാണുക. ഓഫ് കോഴ്സ് all the 4 gospels say come and see. ഈ 4 ഗോസ്പൽസ് ഓരോന്നും നമ്മളോട് പറയുന്ന മെസ്സേജ് വന്ന് കാണുക എന്നുള്ളതാണ്. We are invited to look into the heavenly stage and see things never told upon the earth until now. അതുവരെ ഭൂമിയിൽ സംഭവിച്ചില്ലാത്ത കാര്യങ്ങൾ കാണുക, കേൾക്കുക. ഇതുവരെ ഈ സംഭവം നടക്കുന്നത് വരെ ഭൂമിയിൽ ഒരിക്കലും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ യു കം, see and listen to. We will see in the opening of the first seal the triumph of Christ and his church. ഇപ്പൊ നമ്മൾ ആദ്യം കാണുന്നത് ക്രിസ്തുവിനെ തന്റെ സഭയമാണ്. The seal represents the beginning of Christ's judgment of unbelievers on the earth during the tribulation period. Tribulation period unbelievers-നെ ജഡ്ജ് ചെയ്യുന്നതിന് വേണ്ടി സീൽ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. There is a close similarity between this judgment. ഞാൻ പറഞ്ഞല്ലോ, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇനി പറയുന്ന ജഡ്ജ്മെന്റും ഒന്ന് തന്നെയാണ്. The purpose of the tribulation period to punish unbelievers for their sin and rejection of Christ. ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞു, പാപം ചെയ്തു, അതുകൊണ്ട് മനുഷ്യനെ ശിക്ഷിക്കേണ്ടത്. And to bring remnant of faith in Christ. ഇനി വേറൊരു കാര്യമുണ്ട്. ഇവിടെ കുറച്ചു പേര് ബാക്കി കിടപ്പുണ്ട്. കുഞ്ഞാടിന്റെ മണവാട്ടി മാത്രം എടുക്കപ്പെടുകയും ക്രിസ്ത്യാനികളുടെ ബാക്കി കിടക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് നല്ല അടി കൊടുക്കാൻ. ദിസ് പാർട്ട് ബിഗിൻസ് what is called the 4 horsemen of the apocalypse. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഓരോ കാഹളം ഊതുമ്പോഴും 4 കുതിരകൾ വരുന്നു. ഓരോ കുതിരയും, ഈ കുതിരകളാണ് മനുഷ്യനെ ഒരുപാട് കൺഫ്യൂസ് ചെയ്യുന്നത്. 4 കുതിരകളാണ്. ഒന്നാമത്തെ മുദ്ര പൊട്ടിച്ചപ്പം എന്താ? അപ്പം the 4 horsemen represents the picture of man's inhumanity to man. എന്താണ് ഈ കുതിരകൾ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കേണ്ടത്? കുതിരകൾ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കേണ്ടത് മനുഷ്യനോട് തന്നെ ചെയ്യുന്ന മനുഷ്യത്വരഹിതമായ പ്രവൃത്തികൾ എന്നാണ്. മനുഷ്യനോട് ചെയ്യുന്ന മനുഷ്യത്വരഹിതമായ പ്രവൃത്തി. മനുഷ്യനോട് ചെയ്യുന്ന മനുഷ്യത്വരഹിതമായ പ്രവൃത്തി. അതാ ഹോഴ്സസ് ഉദ്ദേശിക്കുന്നത്, ഹോഴ്സ്മാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ യുദ്ധത്തിന് ആളുകൾ ഏറ്റവും ഉപയോഗിക്കുന്ന മൃഗം ഏതാ? കുതിരയാണ്, അല്ലേ? ആ കുതിര ആരെ ഉപദ്രവിക്കുന്നത്? മനുഷ്യനെ തന്നെ. മനുഷ്യനെ കൊല്ലുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ജീവിയാണ് ഏത്? ഈ കുതിര എന്ന് പറയുന്നത്. They seem to be a divine prediction of the affairs of humankind that will cause much human sufferings.
മനുഷ്യന് എങ്ങനെ സഫറിങ് ഉണ്ടാക്കുന്നു. അതാണ് കുതിര കാണിക്കുന്നത്. ദിസ് ഈസ് നോട്ട് ന്യൂ ഫോർ ദീസ് ഇൻ കൺട്രോൾ ഓഫ് ദി അഫയേഴ്സ് ഓഫ് ദിസ് വേൾഡ് have a history of causing their fellow men begins much suffering. നോക്കണേ, ഇതൊരു പുതിയ കാര്യമല്ല. ചരിത്രം തുടങ്ങിയത് മുതൽ അധികാരത്തിലിരിക്കുന്നവർ, പദവിയിലിരിക്കുന്നവർ തങ്ങളുടെ അധികാരവും പദവിയും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് മറ്റുള്ള ആളുകളെ അടിച്ചമർത്തുക, ചവിട്ടി താഴ്ത്തുക. എങ്ങനെ ബ്രിട്ടീഷ് സാമ്രാജ്യം വളർന്നത്? ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാം, ഞങ്ങൾ നിങ്ങളെ ക്രിസ്ത്യാനികളാക്കാം, ഞങ്ങൾ ശാസ്ത്രം പഠിപ്പിക്കാം, ഇതൊക്കെ പറഞ്ഞു തന്നു. നല്ല പൊട്ടിക്ക് കൊടുത്ത് അടിച്ച് അമർത്തി ചവിട്ടി മരിക്കുകയാണ്. റോമൻ സാമ്രാജ്യം എങ്ങനെ വളർന്നത്? ഇതെല്ലാം ഈ പവർ കൊണ്ടാണ് വളർന്നത്. വിത്ത് ദ ഫോൾസ് ഹോപ്സ് ഓഫ് പീസ്. കേട്ടോ, ഞാൻ സമാധാനം തരാമെന്ന് പറഞ്ഞ് ആരൊക്കെ വന്നിട്ടുണ്ടോ അവരൊക്കെ സമാധാനം വാഗ്ദാനം ചെയ്തുകൊണ്ട് അടിച്ചമർത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. സമാധാനം അടിച്ചമർത്താതെ വാഗ്ദാനം ചെയ്ത ഒരേ ഒരാള് യേശു ക്രിസ്തുവാണ്. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്ന സമാധാനം പോലുള്ള, ബിക്കോസ് ദിസ് ഈസ് സംതിങ് ആബ്സല്യൂട്ട്ലി ന്യൂ ആൻഡ് ഡിഫറെന്റ്. യേശു ക്രിസ്തു തരുന്ന സമാധാനത്തിന്റെ വ്യത്യാസമാണ്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആരെയും ഉപദ്രവിക്കാതെ, ആരെയും അടിച്ചമർത്താതെ, ആരെയും ചവിട്ടി താഴ്ത്താതെ സമാധാനം കൊണ്ടുവരാൻ കഴിയുന്ന ഒരേ ഒരാൾ കർത്താവ് യേശു ക്രിസ്തുവാണ്. വൺ ഓഫ് ദി വേഴ്സ്റ്റ് horrors of the tribulation is the many plagues that will strike the world's people, particularly those who reject the Savior and refuse to have their names written in the Lamb's book of life. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതത്തക്കവണ്ണം അതിന് യോഗ്യമായി, ജീവപുസ്തകത്തിൽ റിക്വയർ ചെയ്യുന്നതായ കാര്യങ്ങൾക്ക് യോഗ്യമായ തക്കവണ്ണം ജീവിക്കാതിരുന്നത് കൊണ്ട് കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതാതെ തള്ളിക്കരപ്പെട്ട ആളുകൾ, അവരെ ശിക്ഷിക്കാൻ വന്ന ഒന്നാമത്തെ കാര്യം ധാരാളം പ്ലേഗ്സ് കൊണ്ട്. പ്ലേഗിന് നമുക്ക് എന്താ പറയണ്ടേ? രോഗങ്ങളെന്ന് പറയാം, കഷ്ടങ്ങളെന്ന് പറയാം, സന്ദർശനം എന്ന് പറയാം. ഇതെല്ലാം പ്ലേഗാണ്. ഇത്തരം പ്ലേഗ് കൊണ്ട് പകർച്ചവ്യാധികൾ, അതായത് ഒന്നാമത്തെ അർത്ഥം, പകർച്ചവ്യാധികൾ കൊണ്ട് ലോകത്തെ ശിക്ഷിക്കുക. ഇതാണ് റീസൺ. ദ ജഡ്ജ്മെന്റ്സ് ആർ സ്റ്റാർട്ടഡ് വിത്ത് ദ 7 seals. Revelation 6:2. 6:2. And I saw and beheld a white horse. ഞാൻ ഒരു വെള്ള കുതിര പ്രത്യക്ഷമാകുന്നത് കണ്ടു. ശ്രദ്ധിച്ചോണേ, ഈ വെള്ളക്കുതിര എന്തുവാ? നമുക്ക് പെട്ടെന്ന് വലിയ ബുദ്ധിയും ബോധമൊന്നും ഉദിക്കാതിരിക്കാമെങ്കിൽ കേട്ടോ. എന്നാൽ വലിയ ബുദ്ധിയും ബോധം ഉദിച്ചെന്നുള്ളൊരു ധാരണ ഉണ്ടാക്കണം. നമുക്കെല്ലാം ഒന്നും അറിയത്തില്ല, പക്ഷെ അറിയാമെന്നുള്ളൊരു ധാരണ ഉണ്ടാകണം കേട്ടോ. വിൽസൺ പാസ്റ്റർ, നമുക്കൊന്നും അറിയത്തില്ല, പക്ഷെ നമുക്കെല്ലാം അറിയാമെന്നുള്ളൊരു ധാരണ ഉണ്ടാകണം. അറിയാമെന്നുള്ള ധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കാമെങ്കിൽ കേട്ടോ, വായുജോതി പാസ്റ്റർ, നമ്മൾ രക്ഷപ്പെട്ടു പോയി. നമുക്ക് പ്രത്യേകിച്ച് അറിവൊന്നുണ്ട്, പക്ഷെ നമ്മൾ എന്തുണ്ടാക്കണം? നമുക്കെല്ലാം അറിയാവുന്നൊരു ധാരണ ഉണ്ടാക്കണം. അങ്ങനെ ധാരണ ഉണ്ടാക്കി നമ്മൾ ആദ്യം നോക്കുന്നത് ലോകം മുഴുവൻ ഭരിച്ചത് ബ്രിട്ടീഷുകാരാണ്, അല്ലേ? അപ്പം വെള്ളക്കുതിരയുടെ അർത്ഥം എന്തുവാ? വെള്ളക്കുതിര അർത്ഥം ബ്രിട്ടീഷ് സാമ്രാജ്യം, അല്ലെ ബ്രിട്ടീഷ് ഭരണം. എന്റെ പൊന്നു കുഞ്ഞേ, ഈ വെള്ളക്കുതിര എപ്പോഴാ പ്രത്യക്ഷപ്പെടുന്നത്? നമ്മൾ സ്വർഗത്തിൽ പോയ ശേഷം നടക്കേണ്ട കാര്യമാണ് ഈ ഭൂമിയിൽ, അല്ലേ? നമ്മൾ സഭ സ്വർഗത്തിൽ പോയ ശേഷം ഭൂമിയിലാണ് വെള്ളക്കുതിര വരേണ്ടത്. ഇതിനെപ്പറ്റി യാതൊരു ബോധമില്ലാത്ത കുറെ കക്ഷികൾ ഇറ്റപ്പാറച്ചന്ത് കപ്പയും മീനും മേടിക്കാൻ വന്നാൽ റബ്ബർ ഷീറ്റ് വിട്ടിട്ട്, അപ്പം അവിടെ നിന്നൊരു ഒറ്റ പ്രസംഗം, പ്രസംഗം അന്ത്യകാല സംഭവമില്ല. അപ്പം ഈ കേൾക്കുന്നവരാന്ന് മനസ്സിലായോ? അവന് ഒരു ബോധം പോക്കണമില്ല. അവൻ കുറച്ച് റബ്ബർ ഷീറ്റ് ഉണ്ട്, അത് വിറ്റിട്ട് ഇറ്റപ്പാറ ചന്ത വന്ന് കപ്പയും മീനും മേടിക്കണം, ചില കാളയിറച്ചിയും മേടിക്കണം, പിന്നെ ഒക്കെ ഒരു കൊച്ചു കുപ്പിയും മേടിക്കണം. അതിന് വന്നതാണ്. ഇവരെല്ലാം കൊണ്ട് കുറിച്ച് പറയാം, വെള്ളക്കുതിര എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് സാമ്രാജ്യ ഭരണമാണ്. ഓ, ഞെട്ടിപ്പോയി. ആരാ ഞെട്ടിപ്പോയത്? ഈ കപ്പ മേടിക്കാൻ വന്ന കക്ഷികൾ, മനസ്സിലായി? ഈ കപ്പ മേടിക്കാൻ വന്ന കക്ഷികളാണ് ഞെട്ടിയത്. അവിടെ അത് പറഞ്ഞാൽ അതൊരു വലിയ പ്രസംഗമാണ്, ഒരു വലിയ വചന വെളിപ്പാടാണ്. വലിയ
വചന വെളിപ്പാട്. എൻ്റെ പൊന്നുകുഞ്ഞെ, അതിന് കർത്താവ് വന്നോ? കാഹളം ധ്വനിച്ചോ? സഭ എടുക്കപ്പെട്ടോ? ആണെന്നും അറിയത്തില്ല. വെള്ളക്കുതിരയെന്നോ കണ്ടു, വെള്ള നിറത്തിലുള്ള സായിപ്പന്മാരെ കണ്ടു. മനസ്സിലായി? വെള്ളക്കുതിരയെ കണ്ടു, വെള്ള നിറത്തിലുള്ള സായിപ്പന്മാരെ കണ്ടു. അപ്പൊ എന്തോ ആയി? ബ്രിട്ടീഷ് ഭരണം പ്രോബ്ലമായി. വൈറ്റ് ഹോഴ്സ് ആൻഡ് ഹീ ദാറ്റ് സാറ്റ് ഓൺ ഹിം ഹാഡ് എ ബൗ. അതിന്റെ മണ്ടയിൽ ഇരിക്കുന്ന കാവിൽ ഒരു വില്ലുണ്ട്. ആൻഡ് എ ക്രൗൺ വാസ് ഗിവൺ അൺടു ഹിം. അവനൊരു കിരീടവും ലഭിച്ചു. ആൻഡ് ഹി വെന്റ് ഫോർത്ത് കോൺകറിങ് ആൻഡ് ടു കോൺകർ. ഈ വാക്കുകൾ ഓരോന്നും പറക്കി 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 നോക്കണം. ഒന്നാമത്തെ കാര്യം, വൈറ്റ് ഹോഴ്സ്. ഈ വൈറ്റ് ഹോഴ്സ് എന്തിനെ കാണിക്കുന്നതാണ്? അതിന് നമ്മൾ സക്കറിയ പ്രവചനത്തിൽ വരണം ഈ വൈറ്റ് ഹോഴ്സിനെ കാണിക്കും. എന്താണെന്ന് കാണിക്കാൻ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സക്കറിയ പ്രവചനത്തിൽ വരും. വൈറ്റ് ഹോഴ്സ്, ഈ വൈറ്റ് ഹോഴ്സിനെ കണ്ടപ്പോഴേ ചിലർ പറഞ്ഞു, അത് കർത്താവാണ്, അത് കർത്താവാണ്, കർത്താവ് വെള്ളക്കുതിര ഉണ്ടെങ്കിൽ വരുമെന്ന് പറയുന്നുണ്ട്. യെസ്, തീർച്ചയായിട്ടും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വെള്ളക്കുതിരയിൽ കയറി വരും. അത് ഇവിടെ അല്ല, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലാണ്. ഇവിടെ അല്ല, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലാണ്. വെള്ളക്കുതിരപ്പുറത്ത് വരുന്ന ജയശാലി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. കേട്ടല്ലോ, താന് ജയശാലിയായി വന്നു കഴിഞ്ഞു, ജയശാലിയായി വരുന്നത്. പക്ഷെ ഇവിടെ വരുന്ന പുള്ളി കർത്താവായ യേശു ക്രിസ്തു അല്ല, പക്ഷെ താൻ കർത്താവാണെന്ന് കാണിക്കണം. ഡ്യൂപ്ലിക്കേറ്റ് മഷിയാഹ്. അപ്പൊ നിങ്ങളവിടെ വെള്ളക്കുതിര എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ട് സൈഡിൽ എഴുതിക്കോണം, ഡ്യൂപ്ലിക്കേറ്റ് മഷിഹ. ഒറിജിനൽ മഷിഹ 19-ാം അധ്യായത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് മഷിഹ എവിടെ വരുന്നു? 6-ാം അധ്യായത്തിൽ വരുന്നു. ഒറിജിനൽ മഷിഹ 19-ാം അധ്യായത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ, ഒറിജിനൽ മഷിഹ 19-ാം അധ്യായത്തിൽ വരുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് മഷിഹ 6-ാം അധ്യായത്തിൽ വരുന്നു. എങ്ങനെയാ വരുന്നത്? He has a bow on his hand, but no arrow. തൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു വില്ലുണ്ട്. ഒരു വില്ലുണ്ട്, പക്ഷെ എന്തില്ല? അമ്പില്ല. എന്താണ് കാണിക്കുന്നത്? ബൗ എന്ന് പറയുന്ന വേർഡ് പൊളിറ്റിക്കൽ പവർ ആൻഡ് അതോറിറ്റിയെ കാണിക്കുന്നതാണ്. പൊളിറ്റിക്കൽ പവർ ആൻഡ് അതോറിറ്റിയെ കാണിക്കുന്നത്, രാഷ്ട്രീയ ശക്തി, അധികാരത്തെ കാണിക്കുന്ന. പക്ഷെങ്കിൽ എന്തോ ഇല്ല, ആരോ ഇല്ല. ആരോ ഇല്ലെന്നല്ല, ആരോ ഇല്ല, അമ്പില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഹി കാനോട്ട് ഫൈറ്റ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം എന്നാണ്. ഹി ഡസൻറ്റ് ഫൈറ്റ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം എന്നാണ്. ആ പോയിന്റ് ഓഫ് ടൈമിൽ അവൻ യുദ്ധം ചെയ്യുന്നില്ല, ആക്രമിക്കുന്നില്ല. At that point of time he doesn't fight. ഇനി നോക്കിക്കോളെ, നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം. ഒരു വില്ലുണ്ട്, അവനൊരു കിരീടവും ലഭിച്ചു. അവൻ്റെ കിരീടവും ലഭിച്ചു. ഇവനും മശിഹായും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയാൻ പോവാം. മശിഹ സ്വർഗത്തിൽ നിന്ന് കിരീടസ്ഥനായിട്ട് ഭൂമിയിൽ വരിക. ശ്രദ്ധിച്ചോണം, മശിഹായുടെ ഈ കിരീടം ചൂടുന്ന ചടങ്ങിൽ മശിഹ അവിടെ വെച്ച് സ്വർഗത്തിൽ കിരീടം ചൂടിച്ചു. ആ കിരീടസ്ഥനായിട്ട് മശിഹ വരിക. ഇവനോ കിരീടം ഇല്ലാതെ വന്നിട്ട് കിരീടം അവന് ലഭിക്കുക. ഡിഫറൻസ് മനസ്സിലായോ? ഈസ് നോട്ട് മശിഹാക്ക്. എന്തുകൊണ്ട്? മശിഹ വരുന്നത് കിരീടം ധരിച്ച. ഇവനോ ഉപായരൂപേണ, എവിടെ? ദാനിയേൽ 19-ാം അധ്യായത്തിൽ ഉപായരൂപേണ ലോകരാജ്യങ്ങളെ സ്വാധീനിച്ച് അവരെ തൻ്റെ സ്വാധീന വലയത്തിലാക്കി ഉപായരൂപേണ അധികാരം നേടുന്നവനാണ്. അതുകൊണ്ട് എന്താ പറയുന്നത്? ഹി വാസ് ഗിവൺ. അവന് കൊടുക്കുക, അല്ലാതെ അവനെ അച്ചീവ് ചെയ്യാനല്ല. ദെൻ ഓക്കെ, കിരീടം ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും വന്നു. അവൻ ജയിക്കുന്നവനായും
ജയിക്കാനായിട്ടും വന്നു. സോ വൈ ഡിഡ് ഹി കം? ജയിക്കുന്നവനും ജയിപ്പാനായിട്ട് വന്നു. ലോകത്തെ മുഴുവൻ കോൺകറി ചെയ്യണം എന്ന ആഗ്രഹത്തിൽ ജയിക്കുന്നവനായി, ആ പർപ്പസ് ഫുൾഫിൽ ചെയ്യാനായിട്ട് അവൻ വന്നു. ഇനി നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എതിർ ക്രിസ്തു ലോകം മുഴുവൻ ഭരിക്കും എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ വലിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പറയുന്നത്. അത് എതിർ ക്രിസ്തുവിൻ്റെ താല്പര്യമാണ്. ലോകം മുഴുവൻ തനിക്ക് ഭരിക്കണമെന്ന് അവൻ്റെ താല്പര്യമാണ്. പക്ഷെ നടക്കത്തില്ല. നിങ്ങളെല്ലാം ഉറങ്ങാൻ പോകാണ്ടും നമ്മുടെ ടൈം പോയതുകൊണ്ടും വിൽസൺ കടൽ പാസ്റ്റർ എന്നെ ഇങ്ങനെ വെട്ടി നോക്കുന്നുണ്ട്. എന്താണ് ഈ ബാബുജോൺ പാസ്റ്റർ ഒരു ഉറങ്ങുന്നില്ല പാസ്റ്റേ, എന്താ കേട്ട് സ്തംഭിച്ചിരിക്കുന്നല്ല. ഞാനിപ്പോ നിർത്താൻ പേടിക്കണ്ട. പേടിയൊന്നുമില്ലല്ലോ, നമുക്ക് ഓഫ് ചെയ്ത് പോയ പോരെ. കേട്ടോണേ, ഈ വെളിപ്പാട് പുസ്തകത്തില് കൂടെ 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 പറയുന്നുണ്ട് വാസ് ഗിവൺ ടു ഹിം, വാസ് ഗിവൺ ടു ഹിം, വാസ് ഗിവൺ ടു ഹിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? അവൻ ഒന്നും എടുക്കാൻ കഴിയത്തില്ല. ഒരധികാരവും ഒരു ശക്തിയും ഒരു നശീകരണ സ്വാതന്ത്ര്യവും ഒരാക്രമണ സ്വാതന്ത്ര്യവും അവനില്ല. പ്രത്യേകം ശ്രദ്ധിച്ചോണം, ദൈവത്തിൻ്റെ ഭൂമിയാണ്. ദൈവം അതിൻ്റെ കൺട്രോൾ എതിർ ക്രിസ്തുവിനെ കൊടുത്തിട്ടില്ല. ഈ 7 വർഷവും ഭൂമിയുടെ നിയന്ത്രണം എതിർ ക്രിസ്തുവിന് കൊടുത്തിട്ടില്ല. അവൻ ഓരോ ആക്രമണം നടത്താൻ, ഓരോ ശിക്ഷയും നിറവേറാൻ അതിനു വേണ്ടിയുള്ള പെർമിഷൻ കൊടുക്കുമ്പോൾ മാത്രം, ഒരു ദുർവ്യാധി അയക്കാൻ അവന് പെർമിഷൻ കൊടുക്കുമ്പോൾ, ഒരു ഭൂകമ്പം വരുത്തുവാൻ അവന് പെർമിഷൻ കൊടുക്കുമ്പോൾ, ഒരു യുദ്ധം വരുത്തുവാൻ അവന് പെർമിഷൻ കൊടുക്കുമ്പോൾ, ഓരോന്നും അവന് അധികാരം കൊടുത്തു. ഹി വാസ് ഗിവൺ, ഹി വാസ് ഗിവൺ, ഹി വാസ് ഗിവൺ, ഹി വാസ് ഗിവൺ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ അർത്ഥം ഉടമസ്ഥാവകാശം ദൈവത്തിൻ്റെതാണ്. ഉടമസ്ഥൻ ദൈവമാണ്. ഇതിനകത്ത് ചില പ്രവൃത്തി ചെയ്യുന്നതിന് അവനെ അനുവദിക്കുന്നത് ഒഴിച്ചാൽ he does not have absolute authority, absolute ruling or absolute control over the planet Earth during the 7 years tribulation. Listen to me once again. പരിശുദ്ധാത്മാവതാരം ഭൂമിയിലില്ല, തടുക്കുന്നവൻ മാറിക്കഴിഞ്ഞു. പക്ഷെങ്കിൽ ഭൂമിയുടെ അധികാരം ദൈവത്തിൻ്റെ കയ്യിൽ തന്നെയാണ്. ഭൂമിയുടെ അധികാരം, നിയന്ത്രണം ദൈവത്തിൻ്റെ കയ്യിൽ തന്നെയാണ്. ഓരോ പ്രാവശ്യവും ഓരോ ശിക്ഷ നടത്തുന്നതിന് ആ ശിക്ഷയ്ക്കുള്ള പെർമിഷൻ കൊടുക്കുക അല്ലാതെ എന്തോ ചെയ്യുന്നില്ല. അവന് കംപ്ലീറ്റ് ഫ്രീഡം ഈ ഭൂമിയിൽ ദൈവം കൊടുക്കുന്നില്ല. ഇത് നമുക്ക് വേറെ വി ഗോയിങ് ടു നൗ എന്ന് നമുക്ക് ഓർക്കാം. അവൻ 2ാം മുദ്ര പൊട്ടിച്ചപ്പോൾ അത് നമുക്ക് ഇന്നെടുക്കാൻ പറ്റത്തില്ല. അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വെക്കുക. അപ്പം 1ാം മുദ്ര പൊട്ടിക്കുമ്പോൾ എന്തുവേ സംഭവിക്കുന്നുള്ളൂ? The rule of the Antichrist is going to start. അവിടെ ശിക്ഷയൊന്നും ഉണ്ടായിട്ടില്ല, ന്യായവിധിയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്തേ സംഭവിച്ചുള്ളൂ? ഭൂമിയെ എതിർ ക്രിസ്തുവിന് ആൾ രൂപത്തിൽ എൻ്റർ ചെയ്യാൻ അനുവാദം കൊടുത്തു. ഫിസിക്കലി എൻ്റർ ചെയ്യാൻ അനുവാദം കൊടുത്തു. ഇന്ന് അവൻ സ്പിരിച്വലി ഓപ്പറേറ്റ് ചെയ്യുന്നു ഈ ഭൂമിയിൽ. ബട്ട് ഫിസിക്കലി ഓപ്പറേറ്റ് ചെയ്യാൻ ദൈവം അനുവാദം കൊടുക്കുന്നേ ഉള്ളൂ. The only thing, Antichrist enters into the earth as what? As a false Messiah. ഒരു ഫോൾസ് മഷിയായിട്ട് എതിർ ക്രിസ്തു ഈ ഭൂമിയിൽ പ്രവേശിക്കുന്നതിന് അവന് അനുവാദം കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതാണ് വെള്ളക്കുതിര. അത് ബ്രിട്ടീഷ് ഭരണമല്ല, അമേരിക്കൻ ഭരണവും അല്ല, ഒരു സായിപ്പിൻ്റെയും ഭരണമല്ല. വെള്ളക്കുതിര എന്ന് പറയുന്നത്, വെള്ളക്കുതിരയിൽ ഇരിക്കുന്നവരെന്ന് പറയുന്നത് എതിർ ക്രിസ്തുവിൻ്റെ റെപ്രസെൻറ്റേറ്റീവും എതിർ ക്രിസ്തുവിൻ്റെ ആൾ രൂപവും ഫോൾസ് മഷിയാക്കുമാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യും ഇത് തീർക്കുന്നതിന് വേണ്ടി. ഇനി അടുത്ത മുദ്രകൾ പൊട്ടിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെപ്പറ്റി അടുത്ത ക്ലാസ്സിൽ പറയാമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കുവാനാകട്ടെ. ദ ടൈം ഈസ് വെരി മച്ച് ഓവർ. ഐ ലീവ് ദ സ്ക്രീൻ ടു ദി its host. May the Lord bless all of you abundantly, exceedingly. Thank you very much. 6-ാം അധ്യായത്തിന്റെ 2ാമത്തെ വാക്യത്തില് കിരീടം, ഒരു സംശയം, ഇതെങ്ങനെയുള്ളൊരു കിരീടമാണ് സാറേ ഇത്? ഈ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വരുന്ന ആള് ആൻസർ പറയാം കേട്ടോണേ. അവൻ ജയിക്കുന്നവനായും ജയിക്കാനായും വന്നു.
എന്ന് പറയുമ്പം ഹി ഈസ് സക്സസ്ഫുൾ എന്ന് കാണിക്കുന്ന ഒരു കിരീടം ആ കാലത്തുണ്ടായിരുന്നു. എന്തെന്നറിയാമോ? ഈ ഓട്ട മത്സരത്തിൽ ഓടിയിട്ട് ജയം പ്രാപിക്കുന്നവർക്ക് ഒലിവല കൊണ്ട് ഒരു കിരീടം ഉണ്ടായി കൊടുക്കുമായിരുന്നു. യുദ്ധത്തിൽ ജയിച്ചു വരുന്ന ആൾക്കാർക്ക് ഒരു കിരീടം വെച്ചു കൊടുക്കാമായിരുന്നു. അത് ചക്രവർത്തിയുടെ കിരീടവും ഭരണാധികാരിയുടെ കിരീടമല്ല. ദാറ്റ് ജസ്റ്റ് ഷോസ് ദാറ്റ് ഹി ഈസ് സക്സസ്ഫുൾ. അങ്ങനെ വേണ്ടി പറഞ്ഞു, ജയിക്കുന്നവനും ജയിക്കാനേ വന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോ അതാണ് ഈ ഒരു വാക്യത്തിൽ പറഞ്ഞല്ലേ? യെസ് യെസ് യെസ്, അത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മറ്റൊരു സംശയം സാറേ, മശിഹായുടെ കിരീടം എന്ന് പറയുമ്പോൾ അത് എങ്ങനെയുള്ളതെന്ന് പറയാമോ? മശിഹായുടെ കിരീടം എന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ സ്വർഗത്തിൽ ചെന്ന് ആ കിരീടം ചൂടുന്ന സമയത്ത് നമ്മൾ അവിടെ ഉണ്ടല്ലോ, അന്നേരം കണ്ടേച്ചാൽ മതി. അതുവരെ വെയിറ്റ് ചെയ്യണം. കാര്യം എനിക്ക് അതിനെ പറ്റി ഇപ്പം പറയാൻ പറ്റത്തില്ല. കൊണ്ട് അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഇപ്പം തന്നിട്ടില്ല. ഡിസ്ക്രിപ്ഷൻ തന്നിട്ടില്ല. തന്നിട്ടില്ലാത്തപ്പോ ഞാൻ എന്താ പറയാൻ പറ്റും? അടുത്ത പാസ്റ്റർ KT ജോസഫിന് അൺമ്യൂട്ട് ചെയ്ത് കൊടുത്താട്ടെ. സുമിത് പ്ലീസ് അൺമ്യൂട്ട് പാസ്റ്റർ KT ജോസഫ്. പിന്നെ നല്ലോണം കേൾക്കാം. കർത്താവ് അല്ല പാസ്റ്ററിന്റെ ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് കർത്താവിന്റെ വരവാണ്, മധ്യാകാശ സഭയെ ചേർക്കുവാൻ. അപ്പൊ നമുക്ക് ആ വരവെങ്കിൽ എടുക്കപ്പെടും എന്നുള്ളതിന് ഒരു ഷുവർട്ടി നമുക്ക് ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുമോ? യെസ്, ഡെഫിനറ്റ്ലി. പിന്നെ സംശയം എന്താ? അതിന് എന്തെല്ലാം അടയാളങ്ങൾ ഞാനിപ്പം യോഗ്യ ഞാൻ പറയാമോ? അല്ലല്ല, ഇപ്പൊ ഞാൻ പറയാമോ? ഒന്ന്, മക്കളാകുന്നുവെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. അതാണ് സ്പിരിച്വൽ ടെസ്റ്റ്. മക്കളാകുന്നുവെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. രണ്ടാമത്തെ ടെസ്റ്റാണ്. ഒന്നാമത്തത് ഡോക്ട്രൈനൽ ടെസ്റ്റ്. വി ആർ ഫോളോയിങ് ദ റൈറ്റ് ഡോക്ട്രിൻ. ഉദാഹരണം പറഞ്ഞാല്, ഒരുത്തൻ മാത്തമാറ്റിക്സ് പരീക്ഷയ്ക്ക് പോവുക, പക്ഷെ പുള്ളി മാത്തമാറ്റിക്സ് പരീക്ഷ എന്ന് അറിഞ്ഞില്ല, പുള്ളി ഹിസ്റ്ററി പഠിച്ചുകൊണ്ടാണ് പോകുന്നത്. മനസ്സിലായി? പുള്ളി ഹിസ്റ്ററിയാന്ന് വിചാരിച്ചു. ചിലത് അങ്ങനെ ദൈവങ്ങളാന്ന് വിചാരിച്ച് അവിടെ ഇവിടെയും കേൾക്കുന്ന എല്ലാം അവിടെ ഞാൻ പറഞ്ഞെല്ലാം കേട്ടുകൊണ്ടിരിക്കും. റൈറ്റ് ഡോക്ട്രിൻ ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ റൈറ്റ് ഡോക്ട്രിൻ ഫോളോ ചെയ്യുന്നു എന്നുള്ള ഉറപ്പാക്കണം. രണ്ട്, സ്പിരിച്വൽ ടെസ്റ്റ്. നമ്മൾ ദൈവമക്കളാകുന്ന ആത്മാവ് തന്നെ നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയണം. മൂന്നാമത്തെ മോറൽ ടെസ്റ്റാണ്. മനസ്സാക്ഷി നമ്മളെ കുറ്റം വിധിക്കുന്നു, ഒന്നും ചെയ്യരുത്. മനസ്സാക്ഷി നമ്മൾ വരണം, യു ആർ ഓൾ റൈറ്റ്. നാലാമത്തെ കാര്യം സോഷ്യൽ ടെസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ, ഞാൻ മാത്രമല്ല ഭൂമിയിൽ ദൈവജനായിട്ടുള്ളത്, ധാരാളം ദൈവമക്കളുണ്ട്, അവരെ ആരെയും ഉപദ്രവിക്കരുത്. സോഷ്യൽ ടെസ്റ്റ്. ഈ 4 ടെസ്റ്റ് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാമെങ്കിൽ ഒരു കുഴപ്പമില്ല. നമുക്കറിയാം എപ്പം കർത്താവ് വന്നാലും സുഹൃത്തുക്കൾ. പക്ഷെങ്കിൽ ഏതെങ്കിലും ഇതിൽ ഭേദം ഉണ്ടായാലും, ഇതിൽ ഇതൊരു ഡിഫറൻസ് എപ്പോഴെങ്കിലും ഉണ്ടായി, തീർച്ചയായും ഐ ഹാവ് ഫോളൻ ഷോർട്ട്, പെട്ടെന്ന് കറക്റ്റ് ചെയ്തോണം. അറിയിക്കുവോ? ഡെഫിനറ്റ്ലി. പിന്നെ അതുകൊണ്ടല്ലേ ആത്മാവ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മാവ് തന്നെ നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു പറഞ്ഞത്. അപ്പൊ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഉടനെ തന്നെ യഥാസ്ഥാനപ്പെടും, ഇമ്മീഡിയറ്റ്. യെസ്. പാസ്റ്റർ ജോൺ പോളിനൊന്ന് പ്ലീസ് അൺമ്യൂട്ട് പാസ്റ്റർ ജോൺ പോൾ. സുമിത് പ്ലീസ് അൺമ്യൂട്ട് പാസ്റ്റർ ജോൺ പോൾ. Oh, John Paul is not unmuted and Sumit is missing. Sumit, are you there? Praise Lord, Pastor. Yes. Pastor, ഇന്ന് പറഞ്ഞില്ലെങ്കിലും അടുത്ത ആഴ്ചയായിരുന്നാലും അതിനെ കുറിച്ചൊരു എക്സ്പ്ലെയിൻ വേണം. ഈ 4 ജീവികളെ കുറിച്ച് കൂടെ പറഞ്ഞാല് അത് എനിക്ക് കുറച്ചുകൂടെ എനിക്കെന്നല്ല എല്ലാവർക്കും. ആദ്യത്തെ ജീവിയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ആ ജീവിയെ എന്തിന്റെ പ്രതിനിധി ചെയ്യുന്നത്? ഇപ്പൊ ഇവിടെ വേറെ ഒരു പഠിപ്പീര് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്. എനിക്ക് അവരുടെ ആരുടെയും പഠിപ്പീരും അറിയത്തില്ല, കണ്ണിക്കാനും അറിയത്തില്ല. 4 ജീവികളെ പറഞ്ഞുതരാം അടുത്ത ദിവസം. സമയമില്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ പറയണ്ട. അടുത്ത ദിവസം നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ 4 ജീവികളെ എടുത്തേക്കാം.